അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുഖാരി നോളജ് ഫെസ്റ്റിന് എല്ലാ അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തട്ടെ. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം സംവരണവും ജനാധിപത്യവും എന്നുള്ളതാണ്. പൊതുവേ ഈ സംവരണം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു വിഷയമായിട്ടാണ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അത് കുറേ നമ്പേഴ്സിൻ്റെയൊക്കെ കളിയാണ്, ശതമാനത്തിൻ്റെ കളിയാണ്. നമുക്ക് പലർക്കും അതിൻ്റെ ബാക്ക്ലോഗ് എന്താണ്, നമ്മളുമായി വളരെ വളരെ നേരിട്ട് ബന്ധപ്പെടുന്ന കാര്യമായിട്ട് പോലും നമുക്ക് പലർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, സംവരണം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് ഇച്ചിരി കുറച്ചിലായാണ് നമ്മളൊക്കെ പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതെന്തോ ആനുകൂല്യം പറ്റുന്നത് പോലെയാണ് സംവരണ സമുദായങ്ങളും സംവരണത്തിന് അർഹതയുള്ളവരും തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മുടെ വലിയ നേതാക്കൾക്ക് പോലും ആ കൺഫ്യൂഷൻ, അത് ആ അർത്ഥത്തിലാണോ എന്ന് എനിക്കറിയില്ല, കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളെല്ലാ കാലത്തും സംവരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരല്ല എന്ന് CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് നമ്മളെപ്പോഴും ശൈശവദശയിൽ കഴിയേണ്ടവരല്ല, ശിശുക്കളായി സ്പൂൺ ഫീഡിങ് അനുഭവിക്കേണ്ടവരല്ല എന്ന അർത്ഥത്തിലാണ്. എങ്കിൽ പോലും നമുക്കൊക്കെയുള്ള ഒരു വിചാരമാണ്, അതിൽ നിന്ന് മറികടക്കുകയാണ്, സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങളെ മറികടന്ന് പോവുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ തന്നെയും ധരിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥത്തിൽ സംവരണ വിരുദ്ധർ പ്രചരിപ്പിക്കുന്ന പ്രൊപ്പഗാൻഡയിൽ നമ്മൾ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം മെറിറ്റോക്രസി എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും മെറിറ്റാണ് നോക്കേണ്ടത്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് തന്നെയല്ലേ ശരിയായ സംഗതി എന്ന് പറയുന്നത്. ഇക്വാളിറ്റി എന്ന് പറയുന്നത് അബ്സല്യൂട്ടായൊരു ഇക്വാളിറ്റി അല്ലേ വേണ്ടത്. സംവരണം ഇക്വാളിറ്റി എന്ന് പറയുന്ന ഭരണഘടനാ തത്വത്തിനെതിരല്ലേ എന്ന ചോദ്യങ്ങളൊക്കെ നിരന്തരം ഉയരാറുണ്ട്. ഇത് നമ്മുടെ ഇത്തരമൊരു ചർച്ചാവേദികളിൽ മാത്രമല്ല അത് ഉയരുന്നത്, കോടതിയിൽ ഈ വിഷയം ഉയർന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 14(3) പോലത്തെ വകുപ്പുകൾ ഇക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 14, 15, 16 സംവരണവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഇരിക്കുന്നത്. അത് 16(4) എത്തുമ്പോഴേക്കും സംവരണത്തിനെ അനുകൂലിക്കുന്ന ഭാഗവും വരുന്നുണ്ട്. കോടതിയിൽ വലിയ സംവാദം നടന്നിട്ടുണ്ട്, ഇക്വാളിറ്റിയും സംവരണവും തമ്മിൽ ഏറ്റുമുട്ടുന്നില്ലേ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ കോടതി മുറികളിൽ ഉയരുന്നു, നമ്മുടെ കലാശാലകളിൽ ഉയരുന്നു, പലയിടങ്ങളിൽ ഉയരുന്നു. അത് നമ്മയും സ്വാധീനിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു ആനുകൂല്യമാണ്, ഇതൊരു ഔദാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സംവരണം എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. അതിൻ്റെ കണക്കുകളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നതിന് മുമ്പായി നമ്മൾ സംസാരിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. എന്താണ് സംവരണം, എന്തല്ല സംവരണം? നമുക്കിന്ന് വളരെ വിദഗ്ധരായ ആളുകളെ തന്നെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. CK സുബൈർ സാറുണ്ട്, സുധേഷ് സാറുണ്ട്. നമുക്ക് ഇതിൻ്റെ വിശദമായ മറ്റു തലങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ സിമ്പിളായി, എന്താണ് സംവരണം? ഞാൻ 2 വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്താം. ഒരു വിദ്യാർത്ഥിക്ക് വീട്ടിൽ ഒറ്റ മുറിയേ ഉള്ളൂ. ആ വീട്ടിലെ ഡൈനിങ് റൂം അതാണ്, കിടപ്പുമുറി അതാണ്, പഠനമുറി അതാണ്, എല്ലാ മുറിയും അത് തന്നെയാണ്, കിച്ചണും അത് തന്നെയാണ്. ഒറ്റ മുറി വീട്ടിലാണ് അയാൾ താമസിക്കുന്നത്. ആ കുട്ടിക്ക് വൈദ്യുതി ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി. ഇൻ്റർനെറ്റേ അവനില്ല, ഹോം ലൈബ്രറി തീരെയില്ല. അവൻ്റെ ഭക്ഷണം പഠിക്കുന്നൊരു കുട്ടിക്ക് വേണ്ടി ഡോക്ടർ അലക്സാണ്ടർ സാറൊക്കെ നിർദ്ദേശിക്കുന്ന പോലത്തെ ഭക്ഷണമൊന്നും അല്ല അവൻ കഴിക്കുന്നത്. അവന് ഭക്ഷണം ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി. അവൻ്റെ അച്ഛൻ ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ അവന് ഭക്ഷണമേ ഇല്ല, അവനും. രണ്ടാമതൊരു കുട്ടിയുണ്ട്. രണ്ടാമത്തെ കുട്ടിക്ക് വീട്ടിൽ പല മുറികളുണ്ട്.
അവന് പഠിക്കാൻ വേണ്ടി മാത്രമായി നല്ല കാറ്റും വെളിച്ചവും നല്ല വൈബുള്ള, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വൈബുള്ള മുറി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അവന് സ്കൂളിലും കോളേജിലും പഠിക്കുന്നതിൻ്റെ പുറമെ എക്സ്പേർട്സായി അവന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. അവന് കളിച്ചു വരുമ്പോൾ ഒരു ഭക്ഷണമാണ്, കളിക്കാൻ പോകുമ്പോൾ വേറെ ഭക്ഷണമാണ്. സന്തോഷം. അവൻ്റെ നെഞ്ചിലൊരു പക്ഷേ പൂണൂലും ഉണ്ടായേക്കാം. അവർ രണ്ടുപേരും പരീക്ഷയ്ക്ക് പോകുന്നു. രണ്ടാമത്തെ ആൾക്ക് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ ആ പരീക്ഷ നടത്തിയിരുന്ന കമ്മീഷണർ റിട്ടയർ ആയപ്പോൾ അവൻ്റെ ട്യൂഷൻ കൂടി, അദ്ദേഹത്തിൻ്റെ ട്യൂഷൻ കൂടി ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഒറ്റമുറിയിലെ കുട്ടിയും പല മുറികളുള്ള, ഇൻ്റർനെറ്റുള്ള, AI ഉള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള വീട്ടിൽ നിന്നുള്ള കുട്ടിയും പരീക്ഷ എഴുതാൻ പോകുന്നു, മത്സര പരീക്ഷ എഴുതാൻ പോകുന്നു. ആര് ജയിക്കുമെന്നതിൽ ഞാൻ ഇനി ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. ഈ അനീതിയെ, ഇതിലൊരു അനീതിയുണ്ട്. പല സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് മത്സരം ആരംഭിക്കുകയും ഒറ്റ ഫിനിഷിംഗ് പോയിന്റിൽ മത്സരം അവസാനിക്കുകയും ചെയ്യുന്ന മത്സരത്തിൻ്റെ അനീതിയെ തന്നെയാണ് സംവരണം വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ട് സംവരണം ഒരു കാരണവശാലും സമത്വത്തെ ബ്രേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, യഥാർത്ഥ സമത്വം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സംവരണം പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സംവരണം ഒരു കാരണവശാലും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയല്ല. സംവരണം ഒരു കാരണവശാലും തൊഴിൽ ദാന പദ്ധതിയല്ല. സംവരണം ഒരു കാരണവശാലും കൈനീട്ടി യാചിച്ചു വാങ്ങേണ്ട ഒന്നല്ല. ഒരു ജനാധിപത്യ സമൂഹം പൂർണ്ണമാകണമെങ്കിൽ അനിവാര്യമായ സംഗതിയാണത്. അത് അധികാര പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇത്രയും സംവരണത്തിൻ്റെ എന്താണ് എന്തല്ല എന്നതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി ചർച്ചയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംവരണം എന്നത് പ്രാതിനിധ്യം, റെപ്രസെൻറ്റേഷന് വേണ്ടിയുള്ള ഒരു ടൂളാണത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ കാലഘട്ടത്തിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ നടന്ന ചർച്ചയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള 2 ദലിത് പ്രതിനിധികൾ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 2 പ്രതിനിധികൾ ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവായിരിക്കാം, കറുത്തവരായിരിക്കാം, മറ്റ് പല രീതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഡ്യൂ ആൻഡ് അഡിക്വേറ്റ് ഷെയർ, അർഹമായ ആനുപാതികമായ പ്രാതിനിധ്യം ഭരണാധികാരത്തിൽ ലഭ്യമാകണം എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അതായത് നമ്മളിവിടെ മാത്രം കാണുന്നൊരു പ്രതിഭാസമൊന്നുമില്ല. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ജനവിഭാഗങ്ങൾക്ക് അവിടുത്തെ ഭരണ സംവിധാനത്തിനകത്ത് പ്രാതിനിധ്യം നൽകാനുള്ള വ്യവസ്ഥകൾ ഉണ്ടാക്കാറുണ്ട്. പൊതുവെ അതിന് അഫർമേറ്റീവ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അത്തരം ഒരു അഫർമേറ്റീവ് ആക്ഷനാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്ന റിസർവേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രാതിനിധ്യം ഇല്ലാത്തവർക്ക് പ്രാതിനിധ്യം നൽകുന്നതിനുള്ള വ്യവസ്ഥ. നമ്മളിപ്പോൾ ആളുകളെ മുന്നോക്കം എന്നൊക്കെ പറഞ്ഞ് വേർതിരിക്കില്ല. മുന്നോക്കക്കാർ, പിന്നോക്ക, എന്താ മുന്നോക്കം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും അർത്ഥമൊന്നുമില്ല. ഒരർത്ഥമുള്ളതിന് പ്രാതിനിധ്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, പ്രാതിനിധ്യത്തിൽ മുന്നോക്കം നിൽക്കുന്ന ആളുകൾ, അത്രേ ഉള്ളൂ. കൂടുതൽ പ്രാതിനിധ്യമുള്ള ആൾക്കാർ മുന്നോക്കക്കാരായിരിക്കും. ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്. മുന്നോക്കക്കാർ പ്രാതിനിധ്യം കൂടുതലുള്ളത് കൊണ്ട് അവർ മുന്നോക്കക്കാരാകുന്നു, മുന്നോക്കക്കാരായതുകൊണ്ട് പ്രാതിനിധ്യം കൂടുതൽ കിട്ടുന്നു. പരസ്പരം ബന്ധിതമാണ്. മറിച്ചും അങ്ങനെ തന്നെയാണ്. പിന്നോക്കക്കാർ എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യം കുറഞ്ഞ ആൾക്കാരുടെ അർത്ഥം. ഭരണാധികാരത്തിൽ ഭരണാധികാരം എന്ന് പറഞ്ഞാൽ ഭരണാധികാര സംവിധാനം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ ജുഡീഷ്യറി. ഇതാണ് പ്രധാനപ്പെട്ട 3 സംവിധാനങ്ങൾ. ഈ 3 സംവിധാനത്തിനകത്ത് പ്രാതിനിധ്യം നൽകാനുള്ള വ്യവസ്ഥയാണ് വാസ്തവത്തിൽ റിസർവേഷൻ. അങ്ങനെ പ്രാതിനിധ്യം നൽകേണ്ട ആവശ്യം എന്തിരിക്കുന്നു, അതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. നമ്മൾ ആവശ്യം, ഉദാഹരണം പറഞ്ഞാൽ പ്രാതിനിധ്യം നൽകിയില്ലെങ്കിൽ എന്താണ് അവസ്ഥ? ഇങ്ങനെ വ്യത്യസ്ത കമ്മ്യൂണിറ്റികൾക്ക്, വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളൊരു മേഖല ഏതാണെന്നറിയാമോ?
ഒരു വിഭാഗത്തിന്, ഒരു പ്രത്യേക വിഭാഗത്തിന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലം ഏതാണ്? ഏത് നിങ്ങൾക്കറിയാൻ പറ്റും ഏതാണ്? നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന ഒരു സംവിധാനത്തിനകത്താണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം സ്ത്രീകൾക്കുള്ളത്. എവിടെയാണത്? കുടുംബശ്രീയിൽ മുഴുവൻ സ്ത്രീകളാണ്? അല്ലല്ല. മറ്റ് മുഴുവൻ സ്ത്രീകളുള്ളത് ഏറ്റവും കൂടുതലല്ല. അല്ലാതെ മറ്റ് പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ളതിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള എവിടെയാണ്? പഞ്ചായത്തിലല്ലേ? അതാത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഈ സ്ഥാപനങ്ങളിലാണ് കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വരുന്നൊരു മണ്ഡലം. 50% പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. 30 മുതൽ 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 50% പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പകുതി സ്ത്രീകളായിരിക്കുള്ളൂ, ഇല്ലേ? അത് കൊടുത്തില്ല എന്ന് നോക്ക്. അങ്ങനെ കൊടുത്തില്ല എന്ന് നോക്ക്. കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? കേരള നിയമസഭ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ നിയമസഭകൾ അല്ലെങ്കിൽ പാർലമെൻറ്റ് പോലെ ഇരിക്കും. കേരളത്തിൻ്റെ നിയമസഭയിൽ പകുതി 140 MLA-മാരുണ്ട്. സ്വാഭാവികമായിട്ടും 70 പേര് സ്ത്രീകളായിരിക്കണ്ടേ? അല്ലല്ലോ. എന്താ വരാത്തത്? ഈ റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. പ്രാതിനിധ്യത്തിൻ്റെ വ്യവസ്ഥയില്ലെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ സ്ത്രീകൾ, അതിൽ മുന്നോക്കക്കാരായ സ്ത്രീകളില്ലേ, ഈ മുന്നോക്കക്കാരായ സ്ത്രീകൾ എന്തുകൊണ്ടാണ് കയറി വരാത്തത്? പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ അവർക്ക് പോലും കയറാൻ പറ്റുള്ളൂ. പ്രാതിനിധ്യ വ്യവസ്ഥ ഏർപ്പെടുത്തിയില്ലെങ്കിൽ അവർക്ക് പോലും അതിനകത്ത് കയറാൻ പറ്റില്ല. അതാണ് തെളിവ്. അപ്പോൾ അതുകൊണ്ട് പ്രാതിനിധ്യത്തിൻ്റെ വ്യവസ്ഥയില്ലാത്ത ഒരു മേഖലയിലും ആളുകൾക്ക് സ്വാഭാവികമായിട്ട് കടന്നു വരാൻ പറ്റില്ല. കടന്നു വരുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളുള്ളത് കൊണ്ടാണ് അവർക്ക് പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ വരുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പുതിയ ഇപ്പോൾ 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നുണ്ട്. 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രാതിനിധ്യത്തിൻ്റെ കണക്കൊന്നും എടുത്ത് പരിശോധിക്കുന്നതായിരിക്കുള്ളൂ. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയാം ആ പ്രാതിനിധ്യത്തിൻ്റെ കണക്ക്. അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ 2 പേരും കൂടി ചേരുമ്പോഴുള്ള അവസ്ഥയാണ്. 2 പേരും കൂടി ചേരാൻ പോണ 29-ാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ചേർന്ന് കഴിഞ്ഞാൽ അതിനകത്ത് ഇത് LDF UDF വ്യത്യാസമില്ല കേട്ടോ. UDF വന്നാലും LDF വന്നാലും ഇതേ രീതിയിലായിരിക്കും പോകുന്നത്. UDF വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളത് ഞാൻ പിന്നീട് പറയാം. അത് നായർ സമുദായത്തിന് 10 മന്ത്രിമാരുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിലാണ് 10 മന്ത്രിമാർ കേരളത്തിലെ. ഞാൻ പറയുന്നത് മന്ത്രിമാർ, മറ്റേ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ്, ഇത്ര ആളുകളുടെ കണക്കെടുക്കുന്നുണ്ടാ. അതായത് അധികാരം കൈകാര്യം ചെയ്യുന്ന, ലെജിസ്ലേച്ചറിൽ അധികാരം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ പറയുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, അതുപോലെ തന്നെ ചീഫ് വിപ്പ്, ഇതെല്ലാം ക്യാബിനറ്റ് റാങ്കുകളുള്ള അധികാര സ്ഥാനങ്ങളാണ്. ആ അധികാര സ്ഥാനത്തിൽ നായർ സമുദായത്തിൽ 10 പേരുണ്ട്. അവരുടെ ജനസംഖ്യ എത്രയാണ് നമുക്കറിയില്ല. എന്താ അറിയാത്തത്? കണക്കെടുക്കുന്നില്ല. കണക്കെടുത്താലേ അറിയാൻ പറ്റുള്ളൂ. അവരുടെ ജനസംഖ്യ ആർക്കും അറിയില്ല. ഓരോരുത്തരും തോന്നിയ രീതി പറയുന്നത്രേ ഉള്ളൂ, ആർക്കും അറിയില്ല. പക്ഷേ അവർക്ക് എത്ര ശതമാനം പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ട്? 42% പ്രാതിനിധ്യമുണ്ട്. 42%. കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ ഈ പറഞ്ഞ അധികാര സ്ഥാനങ്ങളിൽ 42% നായന്മാരാണ്. ഇനി ഈഴവ തീയ വിഭാഗം, നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ വരുന്നതാണ്. ഈഴവ തീയ വിഭാഗം 5 പേരുണ്ട് ഈ മന്ത്രിസഭയിലും അതുപോലെ മറ്റ് ഇത് 5 പേരുണ്ട്. അവരുടെ ജനസംഖ്യ എത്രയുണ്ട്? ജനസംഖ്യ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. അതും കണക്കെടുക്കുന്നില്ല. അതാണ് നമ്മൾ ജാതി സെൻസസിൻ്റെ വിഷയം പറയുന്നത്. കണക്കെടുക്കാത്ത കാലത്തോളം അറിയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോ കണക്ക് പറയും മാത്രമേ ഉള്ളൂ. അവർക്ക് 21% പ്രാതിനിധ്യമുണ്ട്. 21, 42, 21, 15 അല്ല, അപ്പോൾ 21. ഇനി മുസ്ലിങ്ങളുടെ കണക്കറിയാം. മുസ്ലിങ്ങളുടെ കണക്ക് എത്രയാണ് ശതമാനം? 2011 സെൻസസിൽ 26.56. ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് 2011 സെൻസസിൻ്റെ കണക്കെടുക്കാം. 26.56%. എത്ര പേരുണ്ട്? സ്പീക്കർ ഉൾപ്പെടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3 പേരുണ്ട്. 2 മന്ത്രിമാരും ഒരു സ്പീക്കറും കൂടി ചേർന്നാൽ 3 പേരുണ്ട്. അപ്പോൾ പ്രാതിനിധ്യം എത്രയുണ്ട്? 13%. ജനസംഖ്യ എത്രയുണ്ട്? 26%. ഇനി SC/ST വിഭാഗം. SC/ST വിഭാഗത്തിന് ആകെ 2 പേരാണുള്ളത്. ഒരു ഡെപ്യൂട്ടി സ്പീക്കറുണ്ട്, ഒരു മന്ത്രിയുണ്ട്. അങ്ങനെ 2 പേരുണ്ട്. അവരുടെ ജനസംഖ്യ എത്രയുണ്ട്? 10.56%. 2011 കണക്ക്. അപ്പോൾ അവർക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 8% പ്രാതിനിധ്യം. അപ്പോൾ നമുക്കറിയാവുന്ന 2 പേരുടെ ജനസംഖ്യ മുസ്ലിങ്ങളുടെയും പട്ടികജാതിക്കാരുടെയാണ്. അവരുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അവർക്ക് പ്രാതിനിധ്യം കിട്ടിക്കുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് 26% ഏതാണ്ട് പകുതിയുള്ളൂ. 13 എന്ന് പറഞ്ഞാൽ SC/ST വിഭാഗക്കാർക്ക് 10%-ന് 8, പകുതി കുറച്ച് കൂടുതലുണ്ട്. എന്നാലും അവരുടെ ജനസംഖ്യ ആനുപാതികമായിട്ടില്ല. ഇനി ക്രിസ്ത്യൻ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അവരുടെ ജനസംഖ്യ 18.38. അവർക്ക് കിട്ടിയിരിക്കുന്ന പ്രാതിനിധ്യം 13%. അപ്പോൾ ക്രിസ്ത്യാനികൾക്കും കുറവാണല്ലോ എന്ന് നമ്മൾ ഓർക്കും. ക്രിസ്ത്യാനികൾക്ക് 3%, മുസ്ലിങ്ങളും. അത് മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യൻ എന്ന് പറയുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്. അവാന്തര വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ റോമൻ കാത്തലിക്സ്, ഓർത്തഡോക്സ്, യാക്കോബായ,
അതുപോലെ തന്നെ മാർത്തോമ, ക്രാനായ തൊമ്മൻ തുടങ്ങിയുള്ള അവാന്തര ഇവരെല്ലാവരും നമ്മൾ പൊതുവെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയും, അല്ലെങ്കിൽ സവർണ ക്രിസ്ത്യാനികൾ എന്ന് പറയും, സുറിയാനി ക്രിസ്ത്യാനികൾ. പിന്നെ പറയുന്നത് ലത്തീൻ ക്രിസ്ത്യാനികളും ദലിത് ക്രിസ്ത്യാനികളും SIUC വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യാനികളും. ഇവരെ പിന്നോക്ക ദലിത് വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികളാണ്. ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ എണ്ണത്തിൽ ഇങ്ങനെ കണക്ക് വേർതിരിച്ചെടുക്കുന്നില്ല. എന്താ നേരത്തെ പറഞ്ഞ അവസ്ഥ, കണക്കെടുക്കാത്തതുകൊണ്ട് കിട്ടൂല. അപ്പോൾ മൊത്തം ക്രിസ്ത്യാനി പറയും. ഈ മൊത്തം ക്രിസ്ത്യാനി പറയുന്നതിൽ അടിച്ചു കൊണ്ടുപോകുന്ന ഈ 3 സീറ്റും സവർണ ക്രിസ്ത്യാനികളെ കൊണ്ടുപോകുള്ളൂ. മറ്റവർക്കാണ് കുറവ്. ആകെ ഒരാളുണ്ടായിരുന്ന പുറത്തായി, ആൻ്റണി രാജു. അപ്പോൾ അവർക്കാണ് ഇല്ലാത്ത സീറ്റില്ലാത്തത്. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ കരുതി ക്രിസ്ത്യാനികൾക്ക് കുറവെന്ന് പറഞ്ഞാൽ ആർക്കാണെന്ന് പറയാം. ലത്തീൻ ക്രിസ്ത്യാനിക്ക് സീറ്റില്ല, അതുപോലെ തന്നെ ദലിത് ക്രിസ്ത്യാനിക്ക് ഒരിക്കലും സീറ്റില്ല, SIUC വിഭാഗത്തിൽപ്പെട്ടവർക്ക് സീറ്റില്ല. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്കാണ് പ്രാതിനിധ്യം ഇല്ലാത്തത്. പിന്നെ ഇതര OBC-കാർ, ഇപ്പോൾ ഈഴവർ മാത്രമേ നമ്മൾ ചൂണ്ടിക്കാണിച്ചുള്ളൂ. ബാക്കിയുടെ ഒരുപാട് OBC-കളുണ്ടല്ലോ. ധീവരരുണ്ട്, വിശ്വകർമ്മജരുണ്ട്, തുടങ്ങി ഒരുപാട് കമ്മ്യൂണിറ്റികളുണ്ട് കേരളത്തിൽ. ഈ കമ്മ്യൂണിറ്റികളുടെ പ്രാതിനിധ്യം പരിശോധിച്ചാൽ ഇതര OBC-യിൽ പ്രാതിനിധ്യം പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. ഇപ്പോഴത്തെ പുതിയ മന്ത്രിയാകാൻ പോകുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹമാണ് ഇനി വരുന്ന ഒരു OBC വിഭാഗം. അവർക്ക് ജനസംഖ്യ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവരുടെ പ്രാതിനിധ്യത്തിലാണ് 4% പ്രാതിനിധ്യം. അപ്പോൾ ആകെ ഒരു 4% ഉള്ള കേരളത്തിൽ. ഇനി വേറൊരു കണക്ക് പറയാം. മൊത്തം എത്ര ഹിന്ദുക്കളുണ്ട് ഈ മന്ത്രിസഭയിൽ? അങ്ങനെ എടുക്കണമല്ലോ. എത്ര ഹിന്ദുക്കളുണ്ട്? 18 ഹിന്ദുക്കളുണ്ട്. അതായത് ഇപ്പോൾ നായർ, ഈഴവ, OBC, SC ST ഒക്കെ കൂട്ടി ഹിന്ദുക്കളാക്കി കൂട്ടിയൊക്കെയാണ് അങ്ങനെയുള്ള പറയുന്നത്. ഈ ഹിന്ദുക്കളുടെ 18 പേരുണ്ട് മന്ത്രിസഭയും എല്ലാം കൂടി ചേർന്നാണ് ഞാൻ പറയുന്നത്. ഈ 18. അപ്പോൾ ഹിന്ദുക്കളുടെ ജനസംഖ്യ എത്രയുണ്ട്? 54.73%. ഇപ്പോഴത്തെ 2011 കണക്ക്. എത്ര മന്ത്രിമാരുണ്ട്? മന്ത്രിസ്ഥാനങ്ങൾ 18. അപ്പോൾ എത്ര ശതമാനം? 75%. 54% എന്ന ഹിന്ദുക്കൾക്ക് 78% പ്രാതിനിധ്യവും 75% പ്രാതിനിധ്യമാണ് മന്ത്രിസഭയിലുള്ളത്. മന്ത്രിസഭ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ. അതിൽ തന്നെ ആർക്കാ പ്രാതിനിധ്യം? നായന്മാർക്ക് വന്ന 42% പ്രാതിനിധ്യമുണ്ട്. അതാണ് പറയുന്നത്, ഓരോ വിഭാഗത്തിനും നിശ്ചിതമായ പ്രാതിനിധ്യം നിശ്ചയിച്ചില്ലെങ്കിൽ സ്വാഭാവികമായും അതിൽ വരുന്നത് അതിനകത്ത് ചില പ്രത്യേക സമുദായങ്ങളുടെ ആധിപത്യം കൂടുതലായിരിക്കും. ഇത് ഡോക്ടർ അംബേദ്കർ 100 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ അംബേദ്കർ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യം നൽകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ ഇന്ത്യയിൽ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി, പ്രാതിനിധ്യ ജനാധിപത്യമല്ല നടപ്പാക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ, അതിനുള്ള വ്യവസ്ഥ ഭരണഘടന ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു ഏതാനും സമുദായങ്ങളുടെ ഒരു ഭരണമായിരിക്കും. നമ്മളിപ്പോൾ ഒരാൾ ഭരിക്കുന്ന സംവിധാനത്തിനെ ഏകാധിപത്യം എന്ന് പറയും, അല്ലെങ്കിൽ മൊണാർക്കി എന്ന് പറയും, മോണോആർക്കി. ഒരാളുടെ ഭരണം. ഒന്നിൽ കൂടുതൽ 3, 4, 5 ആളുകൾ ഭരിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അത്തരം കമ്മ്യൂണിറ്റികൾ ഭരിക്കുന്നുണ്ടെങ്കിൽ നമുക്കതിനെ കുറച്ച് പേരുടെ ഭരണം ഒലിഗാർക്കി എന്ന് പറയും. ഇത് ഡോക്ടർ അംബേദ്കറുടെ വാക്കാണ്, എൻ്റെ അല്ല. ഒലിഗാർക്കി ഭരണമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന് പറയുന്നത്. അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇന്ത്യയിൽ UPA ഭരിച്ചാലും NDA ഭരിച്ചാലും ഏത് ജനതാദൾ ഭരിച്ചാലും ഏത് മുന്നണി ഭരിച്ചാലും 4 കമ്മ്യൂണിറ്റികളായിരിക്കും എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി സംവിധാനത്തിനകത്ത് ആധിപത്യമുള്ള കമ്മ്യൂണിറ്റികൾ. അതായത് രാഹുൽ ഗാന്ധി തന്നെ ജാതി സെൻസസ് നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള പത്രക്കാരോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, നിങ്ങൾ എത്ര OBC-കാരുണ്ടെന്ന് അദ്ദേഹം ചോദിച്ചു. ഒറ്റ ആളുടെ കൈ പൊങ്ങിയില്ല, ഒരു ക്യാമറാമാൻ്റെ കൈയാണ് പൊങ്ങിയത്. പത്രക്കാരോട് ചോദിച്ചു. പത്രക്കാരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു, കേന്ദ്രത്തിൽ 90 OBC സെക്രട്ടറിമാരുണ്ട്, കേന്ദ്ര സെക്രട്ടറിമാർ 90 പേരാണ്. ഈ 90 പേരിൽ ആകെ 3 പേരെ OBC-ഉള്ളെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മനസ്സിലായില്ലേ? ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾ ആരാണ്? ഞാൻ ഈ പറയുന്ന 4 കമ്മ്യൂണിറ്റികൾ, ബ്രാഹ്മണ, ക്ഷത്രിയ, ബനിയ, കായസ്ഥ, ഈ 4 കമ്മ്യൂണിറ്റികളാണ് കേന്ദ്രത്തിലെ ഒലിഗാർക്കി സമുദായങ്ങൾ. ഇവരാണ് ആര് ഭരിച്ചാലും ഇവർക്കായിരിക്കുള്ള ആധിപത്യം. കേരളത്തിൽ അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ 2 സമുദായങ്ങളാണ്, അത് സുറിയാനി ക്രിസ്ത്യാനികളും 1 നായന്മാരും. ആര് ഭരിച്ചാലും, LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഈ കമ്മ്യൂണിറ്റികളായിരിക്കും ഈ പറഞ്ഞ സ്ഥാനങ്ങളിലുള്ളത്. ഉദാഹരണോട് പറഞ്ഞിട്ട് ഞാൻ മൈക്ക് മാറാം. അതായത് 48 ചീഫ് സെക്രട്ടറിമാരാണ് 67 കൊല്ലത്തിനുള്ളിൽ കേരളത്തിലുണ്ടായത്. 48 ചീഫ് സെക്രട്ടറിമാർ. 48 ചീഫ് സെക്രട്ടറിമാരിൽ 43 പേരും 3 കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് കേരളത്തിൽ. 43 പേരും കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ ഒന്നും വ്യത്യാസമില്ല. 43 പേരും ബ്രാഹ്മണർ, സുറിയാനി, ക്രിസ്ത്യാനി, നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ്. ഒരേ ഒരു ഈഴവരെ ആയിട്ടുള്ളൂ ചീഫ് സെക്രട്ടറി ആയിട്ട്, അച്യുതമേനോൻ്റെ കാലത്ത് ചന്ദ്രഭാനു. ഒരേ ഒരു നാടാർ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാളായിട്ടുള്ളൂ SM വിജയാനന്ദ്. ഒരേ ഒരു മുസ്ലിം, UP-കാരൻ മുസ്ലിം, മലയാളി മുസ്ലിം ആയിട്ടില്ല. ഒരേ ഒരു മലയാളി മുഹമ്മദ് റിയാസുദ്ദീൻ, ഏതാനും ദിവസങ്ങൾ മാത്രം. ഇതാണ് അവസ്ഥ. സുപ്രീം കോടതിയിലെ അവസ്ഥ എന്താണ്? 34 ജഡ്ജിമാരുണ്ട് സുപ്രീം കോടതിയിൽ. 34 ജഡ്ജിമാരിൽ 15 പേരും ഒരൊറ്റ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ബ്രാഹ്മണ എന്ന് പറഞ്ഞ ഒറ്റ വിഭാഗത്തിൽ നിന്നാണ് 15 ജഡ്ജിമാരും. അപ്പോൾ ഇതാണ് പറഞ്ഞ പ്രാതിനിധ്യത്തിനുള്ള വ്യവസ്ഥ ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഇതായിരിക്കും സംവിധാനം. അതുകൊണ്ടാണ് പ്രാതിനിധ്യത്തിൻ്റെ വ്യവസ്ഥ നിർബന്ധമാണെന്ന് പറയുന്നത്. ഈ വ്യവസ്ഥ ഏർപ്പെടുത്ത കാലത്തോളം ഇവിടെ ഭരിക്കുന്നത് ഏതാനും ചില കമ്മ്യൂണിറ്റികൾ മാത്രമായിരിക്കും. അത് എങ്ങനെ ജനാധിപത്യം പോകുന്നത്?
നമ്മൾ ബ്രിട്ടീഷുകാർ ഓടിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? ബ്രിട്ടീഷുകാർ ഓടിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ എന്തെങ്കിലും മോശം കൊണ്ടോ അവരുടെ എഫിഷ്യൻസി കുറവുകൊണ്ടോ ഒന്നും ആയിരുന്നില്ല. പലപ്പോഴും അവർ പണിത പാലങ്ങളും അവർ പണിത കെട്ടിടങ്ങളും യാതൊരു കേടും കൂടാതെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പണിതത് പാലാരിവട്ടം പാല പോലെ പൊളിച്ചു കളയും. അത്രയും കാര്യക്ഷമമായ ഭരണാധികാരികൾ ഉണ്ടായിട്ടും നമ്മൾ ബ്രിട്ടീഷുകാർ അവർ വെളുത്ത ആൾക്കാരായിരുന്നു, സുന്ദരന്മാരായിരുന്നു, മിടുക്കന്മാരായിരുന്നു, വിദ്യാഭ്യാസമുള്ളവരായിരുന്നു, ഒക്കെ ആയിരുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? അതൊക്കെ കൊള്ളാം, സെൽഫ് റൂൾ ഈസ് ബെറ്റർ ദാൻ ആൻ എഫിഷ്യൻ്റ് റൂൾ. നിങ്ങളുടെ നല്ല മിടുക്ക് ഭരണമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞങ്ങളെ ഭരിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത്. ഇതാണ് ഇതിൻ്റെ വസ്തുത. ഓരോ കമ്മ്യൂണിറ്റിക്കും ഭരണാധികാരത്തിനകത്ത് കിടക്കാനുള്ള അവകാശമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനകത്ത് കിടക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രാതിനിധ്യത്തിനുള്ള അവകാശമാണ്. കാരണം നമ്മൾ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷനാണ്. നമുക്ക് ടാക്സ് കൊടുക്കുന്ന ആളുകൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള അധികാരവും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. താങ്ക് യു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ ചർച്ചയുടെ ടൈറ്റിൽ സംവരണം ജനാധിപത്യത്തിൻ്റെ ജാഗ്രത എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നിലവിലുള്ള സംവരണവുമായിട്ട് ബന്ധപ്പെട്ട വർത്തമാനം രണ്ടുപേരും പറഞ്ഞു. ഞാൻ സംവരണത്തിൻ്റെ വേറൊരു മുഖം കൂടി പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഇപ്പോൾ SC/ST വിഭാഗത്തിന് നിലവിൽ അവരുടെ റെപ്രസെൻറ്റേഷൻ ഈ ലെജിസ്ലേച്ചർ അസംബ്ലിയിൽ ഉണ്ടാകുന്നതിന് വേണ്ടി സംവരണമുണ്ട്. എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭകളിലേക്ക് ആനുപാതികമായി 25% പ്രാതിനിധ്യം ഉണ്ടാകുന്നതിന് സംവരണമുണ്ട് SC/ST വിഭാഗത്തിന്. നേരത്തെ മുഹമ്മദൻ കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇന്ത്യയിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ മുഹമ്മദൻ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആനുപാതികമായിട്ട് മുസ്ലിം സംവരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിയമനിർമ്മാണത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അവിഭക്ത ഇന്ത്യയിലെ അന്നത്തെ മന്ത്രിസഭക്കകത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള മുസ്ലിം ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ആനുപാതികമായിട്ട് മുസ്ലിം റെപ്രസെൻറ്റേഷൻ ഒരു സ്റ്റേറ്റിലും ഇല്ല. അതിലേറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. മൈനോറിറ്റി പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അവിടെ പിന്നോക്കത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഏരിയയാണ് നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത്. ഇപ്പോൾ 5 സ്റ്റേറ്റിൽ ഇലക്ഷൻ നടന്നു. അതിൽ തെലങ്കാന ഒഴികെ 3 സ്റ്റേറ്റിൽ BJPയും മറ്റൊരു പ്രാദേശിക പാർട്ടിയാണ് മിസോറാമിലും വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ പാർട്ടി, ഏറ്റവും കൂടുതൽ മെമ്പർമാരെ തിരഞ്ഞെടുത്ത പാർട്ടി BJPയാണ്. പക്ഷേ BJP ഇത്ര അധികം സ്ഥാനാർത്ഥികളെ നെറ്റിയിട്ട് ഫീൽഡ് ചെയ്തതിൽ ഒരൊറ്റ മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തിയില്ല. മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പോലും മുസ്ലിങ്ങളെ നിർത്താതെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിന് നേരിടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ജാഗ്രതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, അന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നിന്ന് ഹസ്രത്ത് മൊഹാനി സിഗ്നേച്ചർ ഇടാതെ ഇറങ്ങിപ്പോകുന്നൊരു വിഷയം, ഈ ഏറ്റവും ഡിബേറ്റ് നടന്ന് നിർത്തിവെച്ചത് ഗാന്ധിജിയാണ്. ഈ റിസർവേഷൻ ഏറ്റവും ശക്തമായിട്ട് ഓപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ റിസർവേഷൻ എടുത്തു കളയപ്പെട്ടത് സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ദുരന്തമാണെന്നാണ് പുതിയ കാലത്തെ രാഷ്ട്രീയം പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമെന്ന് പറയുന്നത് ദേശീയ ഭരണകൂടം. ഇപ്പം ഇന്ത്യ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ അകത്ത് ഒറ്റ മിനിസ്റ്റർ പോലും, ക്യാബിനറ്റ് മാത്രമല്ല, ഒരു മിനിസ്റ്റർ പോലും മുസ്ലിമില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MP പോലും മുസ്ലിമല്ല തിരഞ്ഞെടുക്കപ്പെട്ടെ. അതേസമയത്ത് SC/STക്കും SCക്കും STക്കും ഒരിക്കലും ഈ പ്രശ്നം വരില്ല. കാരണം സംവരണ മണ്ഡലങ്ങളുണ്ട്.
സംവരണ മണ്ഡലങ്ങളില്ലായിരുന്നുവെങ്കിൽ ഈ പ്രാതിനിധ്യം അവിടെ ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പോൾ സംവരണം എന്തിന് എന്ന ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഇത് തന്നെയാണ്. നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിൽ, അധികാരത്തിൻ്റെ ജാഗ്രതയിൽ എല്ലാ സമൂഹത്തിനോടും നീതി പുലർത്തണമെങ്കിൽ അവർക്ക് ഇടമുണ്ടാകണം, അഭിപ്രായം പറയാനും അവരുടെ ആവശ്യങ്ങൾ പറയാനും പങ്കാളിത്തമുണ്ടാവണം എന്ന് ഉറപ്പുവരുത്തുന്നതാണ് സംവരണം. അങ്ങനെ ഒരു സംവരണത്തിൻ്റെ ഇടത്തിന് വേണ്ടി ജനാധിപത്യത്തിൻ്റെ ജാഗ്രത ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്നു വരേണ്ട സംവരണം എന്ന് പറയുന്നത് ആനുപാതിക സംവരണം ലെജിസ്ലേഷനിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ സംവരണം നേടിയെടുത്ത സംവരണങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംവരണം എന്ന് പറയുന്ന ഏറ്റവും പുരോഗമനമായ ഒരാശയമാണ്, ഏറ്റവും പ്രോഗ്രസീവായ ഒരു കാഴ്ചപ്പാടാണ്. പ്രത്യേകിച്ച് മതകേന്ദ്രീകൃതമായ ഒരു സൊസൈറ്റിയിൽ, ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷവും മതകേന്ദ്രീകൃതമാണ്. വിശ്വാസപരമായിട്ട് ഒരു സമൂഹത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു മാനദണ്ഡം അതാണ്. അവിടെ ആനുപാതികമായിട്ട് സോഷ്യൽ ജസ്റ്റിസ് നൽകുന്നതിൽ മതപരമായ പരിഗണനകൾ വരും. അങ്ങനെ വരുമ്പോൾ ആനുപാതികമായിട്ട് അത് ഡെലിവർ ചെയ്യാൻ കഴിയാറില്ല. മതം, ജാതി വളരെ പ്രധാനമാണ്. അപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് ഡെലിവർ ചെയ്യാവുന്ന ഒരു സിസ്റ്റം ബിൽഡപ്പ് ചെയ്യാൻ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ബാക്ക്വേർഡായിട്ടുള്ള ആളുകൾക്ക് മുമ്പോട്ട് വരാവുന്ന ഒരു മാനദണ്ഡമാണ് സംവരണം എന്ന് പറയുന്നത്. ഇപ്പോൾ സംവരണം എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുള്ളത് മാക്സിമം 50% പാടുള്ളൂ എന്നുള്ളതാണ്. 50% സ്റ്റേറ്റിൽ വരുമ്പോൾ സ്റ്റേറ്റിന് നിയമനിർമ്മാണം നടത്താം. 69ഓളം വരുന്നുണ്ട് തമിഴ്നാട്ടിൽ. പക്ഷെ 50% അകത്ത് 27% OBC, പിന്നെ ബാക്കിയാണ് SC ST 5ഉം 7ഉം 15ഉം ആണെന്ന് തോന്നുന്നു. 22.5. ഇപ്പോൾ ഭിന്നശേഷി സംവരണം വന്നു. ഭിന്നശേഷിക്ക് നിർബന്ധമായിട്ടും സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അതിൽ 52 വരും. അതുകൂടി വരുമ്പോൾ ആ 52 വരുന്ന ഈ 2% എങ്ങനെയാണ് പരിഹരിച്ചതെന്ന് വെച്ചാൽ സംവരണ സമുദായത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിനെ മാത്രം എടുത്തിട്ട്. അത് ഇപ്പം ഞാൻ പറയുന്ന ഏറ്റവും പ്രോഗ്രസീവായ സംവരണം എന്ന ആശയത്തെ, ഏറ്റവും പ്രോഗ്രസീവ് എന്ന് പറയുന്ന ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കുന്നത്, നശിപ്പിക്കുന്നത്. ഇടതുപക്ഷം അതിൻ്റെ ഒന്നാമത്തെ കാഴ്ചപ്പാട് തന്നെ സംവരണത്തിനെതിരാണ്. അവരാണ് സാമ്പത്തിക സംവരണം മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പോൾ സാമ്പത്തിക സംവരണം നിയമനിർമ്മാണം നടത്തിയുള്ള BJP ആണെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്തത് കേരളമാണ് ആദ്യം, ധൃതി പിടിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇപ്പോൾ സംവരണം ഒരു രാഷ്ട്രീയമാണ്. കമ്മ്യൂണൽ പൊളിറ്റിക്സിൻ്റെ മറ്റൊരു രാഷ്ട്രീയം സംവരണത്തിൻ്റെ അകത്ത് പ്രീണനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുന്നത്? സവർണ സംവരണത്തെയാണ് പിന്നെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് റിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി മൊത്തം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ എക്സീഡായിട്ടാണ് അവർക്ക് സംവരണം വരുന്നത്. 10% എന്ന് പറയുമ്പോൾ 50ൻ്റെ അകത്താണ് എന്ന് പറഞ്ഞാൽ 100-ൽ 20% ഉണ്ട്. 20% കമ്മ്യൂണിറ്റി ടോട്ടലില്ല. അപ്പോൾ അതുകൊണ്ടാണ് റിസർവേഷൻ വരുമ്പോൾ OBCക്ക് 15,000 കിട്ടേണ്ട സീറ്റ് 35,000-കാരനായ ഈ സവർണക്കാരന് സംവരണത്തിലൂടെ വരുന്നത് റാങ്ക് ലിസ്റ്റിൽ. ഇതിൻ്റെ മാനദണ്ഡം എന്താണ്? ബാക്ക്വേർഡിൻ്റെ മാനദണ്ഡം ടൗണിൽ 50 സെൻറ്റ് ഉള്ളവൻ, റൂറലാണെങ്കിൽ 2.5 ഏക്കർ ഉള്ളവൻ എങ്ങനെയാണ് ബാക്ക്വേർഡ് ആവുക? അപ്പോൾ ഇത് ഒരു വലിയ സംവരണ അട്ടിമറിയാണ്. ഇപ്പോൾ സംവരണം അട്ടിമറിക്കപ്പെടുമ്പോഴും സംവരണ സമുദായം ഇന്ത്യയിൽ ഭൂരിപക്ഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. SC STയും OBCയും കൂടിയാൽ
ഒന്നിച്ച് നിന്നാൽ അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയം അതാണ്. അപ്പം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് ജാതി സെൻസസൊക്കെ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സിനെതിരെ ജനാധിപത്യത്തെ ശക്തമാക്കുക എന്നുള്ളതാണ്. പക്ഷേ എഡ്യൂക്കേഷൻ കിട്ടണ്ടേ, ഇതിൻ്റെ ഒരു ജാഗ്രത ഉണ്ടാവണ്ടേ? ഈ സെൻസസും ജാതി സെൻസസും പറഞ്ഞതിന് ശേഷമുള്ള ഇലക്ഷനിൽ ഈ ജാതി സെൻസസിൻ്റെ പക്ഷത്ത് നിൽക്കേണ്ട ആളുകൾ BJP തന്നെ വോട്ട് ചെയ്തത്. അതിൻ്റെ അർത്ഥം സംവരണത്തെക്കുറിച്ച് സംവരണം അനുഭവിക്കേണ്ടവർക്ക് വേണ്ടത്ര ജാഗ്രതയില്ല. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ജാഗ്രത കുറവുണ്ടാവുന്നത്. അതൊരു ഗൗരവമുള്ള വിഷയമാണ്. സംവരണം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് പട്ടിണി തീർക്കാനോ പ്രയാസം തീർക്കാനോ ഒന്നുമല്ല. സംവരണം എന്ന് പറയുന്നത് തുല്യതയാണ്. അധികാരത്തിൽ തുല്യ പങ്കാളിത്തം ഉണ്ടാവും. അതുകൊണ്ട് എവിടെയൊക്കെ വേണം? ജുഡീഷ്യറിയിൽ വേണം, അത് ലെജിസ്ലേഷനിൽ വേണം, അത് എക്സിക്യൂട്ടീവിൽ വേണം, അഡ്മിനിസ്ട്രേഷനിൽ വേണം. ഇതിൽ ഈ ഏരിയയിൽ സംവരണത്തിൻ്റെ തോത് എടുത്തു നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരമായ അവസ്ഥ മനസ്സിലാകുക. ഏറ്റവും പ്രോഗ്രസീവായ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ഭരിച്ച ബംഗാൾ, ഏറ്റവും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുസ്ലിങ്ങൾ ഏറ്റവും പിന്നോക്കം അവിടെയാണ്. അവിടെ ജോബിൽ ക്ലാസ് 3ൽ 2% എങ്ങനെയാണുള്ളത്. എഡ്യൂക്കേഷനിൽ വളരെ പുറകിലാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത് ടോട്ടലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, കേരളത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടായത് എങ്ങനെയാണ്? സംവരണത്തിലൂടെയാണ്. എഡ്യൂക്കേഷൻ, സംവരണം, ആനുപാതിക റെപ്രസെൻറ്റേഷൻ രജിസ്ട്രേഷനിലുണ്ടായി, നിയമനിർമ്മാണത്തിൽ വന്നു, മന്ത്രിസഭയിൽ വന്നു, സിഗ്നേച്ചർ ഒരു മന്ത്രിക്ക് ഒപ്പിടാൻ അധികാരം വന്നപ്പോൾ ആനുപാതികമായി വിഭവങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഇപ്പം നമുക്ക് ഒരു ഉദാഹരണം, ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലാണ്. ഇപ്പം ഐക്യരാഷ്ട്രസഭയുടെ വരെ കണക്കിൽ ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ജില്ല പറയുന്നത് ഒന്ന് മലപ്പുറം. മലപ്പുറം ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഡിസ്ട്രിക്റ്റാണ് കേരളത്തിൽ. അതേപോലെ തന്നെ ഇതിലും മുസ്ലിങ്ങളുള്ളൊരു ജില്ലയാണ് കരീംഗഞ്ച്, ആസാമിലെ. ഇതിലും മുസ്ലിങ്ങളുള്ള ഒരു ജില്ലയാണ് മുർഷിദാബാദ്, ബംഗാളിൽ. ഇതിലും മുസ്ലിങ്ങളുള്ളൊരു ജില്ലയാണ് കിഷൻഗഞ്ച്, ബീഹാറിൽ. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ജില്ലയാണ് കിഷൻഗഞ്ചും. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള കരീംഗഞ്ചും. ഇതെല്ലാം ഇപ്പം നിങ്ങൾ പേരുകൾ ഓർമ്മിച്ചു, കുറേ കഴിഞ്ഞാൽ ഈ പേരും ഉണ്ടാവില്ല, അതെല്ലാം മാറ്റും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ പിന്നോക്കമാകുന്നു? എന്തുകൊണ്ട് ഏറ്റവും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് മലപ്പുറം മാറുന്നു? പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ, എഡ്യൂക്കേഷൻ, ഈ വിഷയങ്ങളാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ എംപവേർഡ് ആയ ഒരു കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റ് മോഡൽ, എഡ്യൂക്കേഷനിൽ എംപവേർഡ് ആകുമ്പോൾ ഇക്കണോമിക്കലി അവർ എംപവേർഡ് ആവുന്നു, അതിൽ പങ്കാളിത്തം ഉണ്ടാവുന്നു. ഈ ഒരു സംഗതിയാണ് റിസർവേഷൻ്റെ ഏറ്റവും വലിയ കെമിസ്ട്രി, ഏറ്റവും വലിയ എന്താ പറയുക വിപ്ലവ റെവല്യൂഷൻ. റിസർവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ മതവർഗീയതയില്ല, എന്നാൽ അതിൽ സന്തുലിത രാഷ്ട്രീയമുണ്ട്, ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പുരോഗമന ആശയമാണ് റിസർവേഷനും എന്നുള്ളത്. ഇതിൽ അംബേദ്കർ നേരത്തെ ഉദ്ധരിക്കുകയുണ്ടായി. അംബേദ്കർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തിപരമായ സംവരണം തന്നെ വേണമെന്നാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ സുബൈർ സാറ് പറഞ്ഞത് അത് തന്നെയാണ് അതിനെ ഊന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിച്ചുകൊള്ളാം. അങ്ങനെയാണ് ഇപ്പം ഈ പിന്നെ നമ്മൾ ഈ പറഞ്ഞ കഴിവാണ് മാനദണ്ഡം എന്ന് പറയുന്നവർ പറയുന്ന ഒരു കാര്യം അതാണ്. നിങ്ങളെന്തിനാണ് ബേജാറാവുന്നത്? ഇപ്പോൾ BJP പറയാണ് ഞങ്ങളെ കൂട്ടത്തിൽ മുസ്ലിങ്ങളില്ല എന്നത്, നിങ്ങളെന്തിനാണ് ബേജാറാവുന്നത്? അല്ലെങ്കിൽ ഞങ്ങളുടെ മന്ത്രിസഭയിൽ അതില്ലെന്ന് ഞങ്ങൾ സംസാരിച്ചോളാം. അത് അസാധ്യമായ കാര്യമാണ്, അത് അസാധ്യമായ കാര്യമാണ്. എൻ്റെ കാര്യം പറയാൻ ഞാൻ തന്നെ വേണം. പലപ്പോഴും ആദിവാസി പദ്ധതികൾ പലതും, ആദിവാസി പദം തന്നെ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ നയം ഉണ്ടാക്കുന്നിടത്ത് അവരില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഓരോ സമുദായത്തിൽപ്പെട്ട ആളുകളും തന്നെ അവിടെ ഉണ്ടാവേണ്ട, വ്യക്തിപരമായി തന്നെ ഈ സംവരണം സാധ്യമാക്കേണ്ടതുണ്ട്.
നമ്മുടെ ചർച്ച കൂടുതൽ ഭാഗവും പോയിട്ടുള്ളത് നിയമനിർമ്മാണ സഭകളിലും ഭരണതലത്തിലുമുള്ള റെപ്രസെൻറ്റേഷനെ കുറിച്ചാണ്. എന്നാൽ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ സംവരണത്തിൻ്റെ കുറെ കൂടി മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന, സംവരണ വിരുദ്ധരൊക്കെ കാര്യമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസവും തൊഴിലുമാണ്. വിദ്യാഭ്യാസവും തൊഴിലുമാണ്. ഇപ്പം നമ്മൾ ആലോചിക്കണം, എന്തിനാണിത് സംസാരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ 94% ജോലികളും അസംഘടിത മേഖലയിലാണ്. അവിടെ സംവരണമില്ല. അതിൽ തന്നെ കുറച്ച് ഭാഗം മാത്രമാണ് സംഘടിത മേഖലയിൽ നമ്മൾ എടുക്കുമ്പോൾ, അതിൽ തന്നെ നല്ലൊരു ഭാഗം പ്രൈവറ്റ് മേഖലയിലാണ്. അവിടെയും സംവരണമില്ല. പിന്നെ ആകെയുള്ള 3.4% മറ്റോ വരുന്ന സർക്കാർ ജോലികളാണ് ഈ സംവരണത്തിൻ്റെ വിഷയം വരുന്നുള്ളൂ. അതിൽ തന്നെ 50% മെറിറ്റാണെന്ന് കൂട്ടുക. അപ്പോൾ പിന്നെ ഈ 3.4 പിന്നെയും ചുരുങ്ങി. ഇത്രയും ചെറിയ ഒരു കൈക്കൊമ്പിളിൽ ഒതുക്കാവുന്ന ജോലിക്ക് വേണ്ടിയാണോ നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതെ, അതിനുവേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത്. ആ ജോലിയിൽ ഈ സമുദായത്തിൽപ്പെട്ട ആളുകൾ, ഈ പിന്നാക്കമായി പോയപ്പെട്ട മനുഷ്യർ ഉണ്ടാവുക എന്ന് പറയുന്നത് മൊത്തം നമ്മുടെ ഭരണവ്യവസ്ഥയിൽ അവർക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ഈ അധികാരം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഒരു പ്രധാനാധ്യാപകൻ, ഒരു സ്കൂളിലെ പ്രധാനാധ്യാപകൻ, അയാൾക്കൊരു അധികാരമുണ്ട്. ഒരു അമ്പലത്തിലെ പൂജാരി നമ്മൾ വെറുതെ എടുക്കാം, അയാൾക്ക് ആ മണ്ഡലത്തിലൊരു അധികാരമുണ്ട്. നിങ്ങൾ ഒരു പ്യൂണിന് എന്താണ് അധികാരം? ഉണ്ട്. അയാൾക്ക് ആ ഓഫീസിനകത്ത് ചില തീരുമാനങ്ങൾ എടുക്കാൻ ഒക്കും. ഈ തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് മനുഷ്യരുണ്ടാവുക എന്ന് പറയുന്നതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ സാമ്പത്തിക സംവരണത്തിൻ്റെ ആളുകൾ ചോദിക്കുന്നു, ഇതിൻ്റെയൊക്കെ മാനദണ്ഡമായി ഇനിയെങ്കിലും സമ്പത്ത് ആവേണ്ടതല്ലേ? ഞാൻ ചോദിക്കട്ടെ, സമ്പത്ത് കൈവന്നു എന്നതുകൊണ്ട് ആളുകളുടെ സാമൂഹിക അവസ്ഥയിൽ മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കൂ, കളക്ടറുടെ ഉദ്യോഗം കിട്ടുന്ന, കളക്ടർ ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന സവർണ സമുദായത്തിലെപ്പെട്ട ഒരാളോട്, സവർണ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സമുദായത്തെ കുറ്റപ്പെടുത്തുന്നതല്ല, അങ്ങനെ അയാൾ ആ അധികാരം കൈവരുമ്പോൾ നമ്മൾ അയാളോട് പറയാം, നിങ്ങൾക്ക് ഈ കളക്ടറുടെ ശമ്പളം ഞങ്ങൾ തരാം, ആ പൊസിഷൻ ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിട്ടുകൊടുക്കുമോ? കൊടുക്കൂല. അപ്പം ഇത് മനസ്സിലായില്ലേ? സമ്പത്ത് കൈമാറുന്നൊരു വിഷയമേ അല്ല ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സമ്പത്ത് കൈവന്നു എന്നതുകൊണ്ട് മാത്രം ഈ പിന്നാക്കാവസ്ഥയോ അദ്ദേഹത്തിന് സാമൂഹിക അന്തരീക്ഷത്തിലുണ്ടായിരുന്ന അപകർഷതയോ മാറുന്നേ ഇല്ലാതിരിക്കെ ഇദ്ദേഹത്തിന് അധികാരം നൽകിക്കൊണ്ടും റെപ്രസെൻറ്റേഷൻ നൽകിക്കൊണ്ടും മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ ആളുകൾ, ഈ വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഈ സംവിധാനം ഒരുക്കില്ല എങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞ മത്സരത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ട് പോവുകയാണെങ്കിൽ പിന്നെ അവരുടെ പിൻതലമുറക്ക് പോലും എന്തുണ്ടാവുന്നില്ല? ഒരു ആത്മവിശ്വാസം വരുന്നില്ല. നിങ്ങൾ ദീർഘകാലമായി ഇത്രയും സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടും നിങ്ങൾ ആലോചിക്കണം, ഇക്കഴിഞ്ഞ ദിവസം വന്ന വാർത്ത, ചെരുപ്പിടാൻ ഒരു ഗ്രാമത്തിൽ, ദളിത് എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന സമുദായത്തിൽപ്പെട്ട ആൾക്ക് ഒരു ഗ്രാമത്തിൽ ചെരുപ്പിടാൻ ഒക്കൂല എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, രാഷ്ട്രീയമായ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറഞ്ഞു. പല സ്ഥലങ്ങളിലും ജയിച്ചു വരുന്നു ആര്? ദളിത് സമുദായത്തിൽപ്പെട്ടയാൾ സംവരണപരമായി ജയിച്ചു വരുന്നു. പക്ഷെ അയാൾക്ക് ആ ഓഫീസിലിരിക്കാൻ ഒക്കൂല, അയാൾക്ക് അയാളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ ഒക്കൂല. ഇന്നും നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് അൺടച്ചബിലിറ്റിക്കെതിരായൊരു വകുപ്പ് നിലനിൽക്കുന്നു, അയിത്തത്തിനെതിരായൊരു വകുപ്പ് നിലനിൽക്കുന്നു. അപ്പോഴാണ് നമ്മൾ പറയുന്നത് സാമ്പത്തിക സംവരണമാണ് വേണ്ടതെന്ന് പറയുന്നത്. സംവരണം അട്ടിമറിക്കപ്പെടുന്നത് 3 കാര്യങ്ങളിലൂടെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം. നിങ്ങളെല്ലാവരും ഈ ഒരു മണിക്കൂർ ഇപ്പോൾ തീരും, നമ്മൾ 3 മണി ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. പക്ഷേ സുബൈർ സാർ പറഞ്ഞതുപോലെ സംവരണ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഈ വിഷയം ഗൗരവമായി പഠിക്കുന്നില്ലെങ്കിൽ ഉറപ്പാണ് 3 മാർഗങ്ങളിലൂടെ സംവരണം അട്ടിമറിക്കപ്പെടും. ഒന്ന്, കൺവിൻസിങ് ആണ്. നിങ്ങളെ കൺവിൻസ് ചെയ്യാണ്. എന്താണ് കൺവിൻസ് ചെയ്യുന്നത്? മത്സരിക്കുന്നേ അല്ലേ? നിങ്ങൾ മെറിറ്റോക്രസിയിലേക്ക് വരൂ, നിങ്ങൾ മെറിറ്റ് ഉണ്ടാക്കൂ. അപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവുകയാണ്. ശരിയാണല്ലോ, ഞങ്ങൾ മെറിറ്റ് ആർജിക്കല്ലേ വേണ്ടത്, ഈ സംവരണത്തിനായി കൺവിൻസിങ് ആണ്. രണ്ടാമത്തെ എന്താണ്? കൺഫ്യൂസിങ് ആണ്. നിങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ്. ശരിയാണല്ലോ, അപ്പുറത്ത് ഒരു ബ്രാഹ്മണനായ മനുഷ്യൻ,
അയാളിലും വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവനുണ്ടാവില്ലേ? ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അയ്യോ അയാൾക്ക് നിങ്ങളെ കൺഫ്യൂസിങ് ആണ്. മൂന്നാമത്തതാണ് കറപ്റ്റിംഗ് ആണ്. ഈ സംവരണ സംവിധാനത്തെ കറപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടിലും കൺവിൻസ് ചെയ്തിട്ടും കൺഫ്യൂസ് ചെയ്തിട്ടും നടക്കുന്നില്ലെങ്കിൽ പിന്നെ കറപ്റ്റ് ചെയ്യുക. ഈ സംവരണത്തെ കറപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ഗംഭീരമായ സംഗതിയാണ് എന്തെന്ന് പറയുന്നത്, സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത്. ഈ കറപ്റ്റ് ചെയ്യുന്നതിൽ മറ്റൊരിടമാണ് ഈ അഡ്മിഷൻ ഉണ്ടല്ലോ. ഇപ്പം സംവരണത്തിൽ കിട്ടേണ്ട അഡ്മിഷൻ, നമ്മുടെ കോളേജ് അഡ്മിഷൻ, ഈ മെറിറ്റ് അവസാനമാണ് വെക്കാം, റിസർവ്ഡ് മെറിറ്റ്, മുസ്ലിം മെറിറ്റ് ഒക്കെ. അപ്പോൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മെറിറ്റിൽ അഡ്മിഷൻ ആദ്യം എടുക്കും. അപ്പോൾ ജനറൽ മെറിറ്റ് വരേണ്ട കുട്ടികളെ സംവരണത്തിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ സംവരണത്തിൻ്റെ അട്ടിമറി 50% ജനറൽ മെറിറ്റ് ഉണ്ട്, ആ 50% അട്ടിമറിക്കുന്നുണ്ട്. അപ്പോൾ നീറ്റിൻ്റെ അകത്തും അത് വരുന്നുണ്ട്. ഇപ്പം വലിയ രീതിയിൽ സംവരണം അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഈ അഡ്മിനിസ്ട്രേഷനിൽ ഇത് നിയമനിർമ്മാണം നടത്തുന്നവർ, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നവരിൽ സംവരണം ഇല്ലാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ഇതിൽ ഒരു കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, മാർക്സിസ്റ്റുകാരാണ് എന്ന് അല്ലെങ്കിൽ അവരാണിത് ചെയ്യുന്നത് എന്ന അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സാമ്പത്തിക സംവരണം എന്നതിനെക്കുറിച്ച് അവർക്ക് അങ്ങോട്ട് ചില ചായ്വുണ്ട്, സത്യമാണ്, അവർക്കതുണ്ട്. എന്നാൽ തന്നെയും സംവരണം അട്ടിമറിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിലെ വളരെ എളുപ്പമുള്ളൊരു മാർഗമാണ് നേരത്തെ പറഞ്ഞ പ്രീണനം. സാറാണ് പറഞ്ഞത്, പ്രീണനം. നിങ്ങൾക്കൊരു അപ്പോൾ നോക്കി, എന്തിനാണ് ജനാധിപത്യത്തിലെ എണ്ണമല്ലേ പ്രധാനം? എണ്ണമാണ് പ്രധാനമെന്നിരിക്കെ ഈ സവർണ സമുദായത്തിൽപ്പെട്ട ആളെ എന്തിനാണ് പ്രീണിപ്പിക്കുന്നത്? കാരണം അവർ എണ്ണത്തിൽ കുറവല്ലേ, പക്ഷെ അവർ സ്വാധീന ശക്തിയിൽ മുന്നിലാണ്. അവരുടെ കയ്യിലാണ് മീഡിയ ഉള്ളത്, അവരാണ് ഇൻഫ്ലുവൻസിങ് കമ്മ്യൂണിറ്റി, അവരാണ് എന്താ പറയുക, ആളുകളുടെ ഒപ്പീനിയൻ ലീഡേഴ്സ്, അവരാണ് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പുന്നല്ലാണ്. ഒരു പുന്നല് കണ്ട എലി എന്ന് പറഞ്ഞതുപോലെ അവരെപ്പോഴും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. അവരെപ്പോഴും എളുപ്പമാർഗ്ഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാവരും, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എളുപ്പമാർഗ്ഗങ്ങൾ, ശരിയായ രാഷ്ട്രീയം പറയുന്നതിന് പകരം എളുപ്പമുള്ള മാർഗ്ഗങ്ങൾ, വർഗീയത ഇളക്കി വിടാം, പേര് മാറ്റാം, അല്ലെങ്കിൽ എന്താണ് ഒരു മസ്ജിദ് പ്രശ്നം എടുത്തിടാം, അല്ലെങ്കിൽ ഒരു ബലാക്കോട്ടിൽ ഒരു ആക്രമണം നടത്തി കളയാം എന്ന ഷോർട്ട് കട്ട്സ് നോക്കിക്കൊണ്ടിരിക്കും. അത്തരം ഒരു ഷോർട്ട് കട്ടാണ് യഥാർത്ഥത്തിൽ എന്തെന്ന് പറയുന്നത്, സംവരണം അട്ടിമറിക്കുക എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസിങ് ആയ കമ്മ്യൂണിറ്റിയെ കയ്യിലെടുക്കാൻ വേണ്ടി ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ ജാഗ്രത അത്യന്തം ഉണ്ടായിരിക്കേണ്ട സമയമാണിത്. പ്രത്യേകിച്ച് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനകത്ത് ഉറപ്പായിട്ടും അത് എന്തൊക്കെ വനവാസി എന്നൊക്കെ പറഞ്ഞാൽ പോലും ആ സംഗതിക്കകത്ത് എന്തില്ല, ഈ പറഞ്ഞ സമുദായങ്ങൾക്കൊന്നും ഒരിടവും ഇല്ല എന്ന് അതിനകത്തിരിക്കുന്ന സമുദായങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനം. അവർ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ഈ സംവരണം കേൾക്കേണ്ട ആളുകളും മനസ്സിലാക്കുന്നില്ല. നമ്മൾ സംവരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഓർക്കേണ്ട ചില മനുഷ്യരുണ്ട്. അതിൽ നമുക്കറിയാവുന്ന ഒന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ 1 UPA വന്നപ്പോൾ അവിടെ നിന്നാണ് ഹയർ എഡ്യൂക്കേഷനിൽ സംവരണം വന്നത്. ഇപ്പോൾ എയിംസിലും IIT-യിലും അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്നു എന്ന് അഭിമാനത്തോടെ നമ്മൾ പറയുന്നൊരു കാലമുണ്ടായത് അർജുൻ സിംഗ് എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ദീർഘവീക്ഷണമാണ്. അതേ വകുപ്പ് മൈനോറിറ്റി അഫയേഴ്സും ഒക്കെ മുസ്ലിങ്ങൾ വന്നിട്ട് പോലും ധൈര്യമില്ലാത്ത സംഗതി അർജുൻ സിംഗ് ചെയ്തിട്ടുണ്ട്. 27% OBCക്ക് സംവരണം കൊടുത്തു. OBC എന്ന് പറയുന്ന വലിയ കമ്മ്യൂണിറ്റിയാണ്. അതിൽ മുസ്ലിങ്ങളിൽ തന്നെ കുറച്ച് പേർ ഒഴിഞ്ഞിട്ടാണുള്ളത്. കേരളത്തിൽ അതാദ്യം മാപ്പിളയായിരുന്നു, ഇപ്പം മുസ്ലിം മാപ്പിള എല്ലാവർക്കും കൂടി അത് UDF ആക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഈ സംവരണം കൊണ്ടുവരിക എന്നുള്ളത് ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. VP സിംഗ് സംവരണം കൊണ്ടുവന്നിട്ടാണ് രഥയാത്ര വന്നിട്ടുള്ളത്, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. അത് നിങ്ങൾ ആ എപ്പിസോഡ് നന്നായി പഠിക്കേണ്ടതാണ് തോന്നുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഒരു സംവരണത്തിനായി ശ്രമം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുക? ആത്മാഹുതി നടന്നില്ലേ അല്ലേ? അത് അനുഭവിക്കുന്ന ഒരു വലിയ എന്ന് പറഞ്ഞാൽ ചെറിയ ശതമാനം വരുന്ന കമ്മ്യൂണിറ്റിയുടെ വലിയ ആധിപത്യം. അവിടെ അഡ്മിനിസ്ട്രേഷൻ അവരുടെ കയ്യിലാണ്, ജുഡീഷ്യറി അവരുടെ കയ്യിലാണ്, ഇപ്പം രജിസ്ട്രേഷൻ അവരുടെ കയ്യിലാണ്. ഇനിയൊരു സംവരണം എന്നുള്ളത് ഒരു മരീചികയാണ്.
അവിടെയാണ് സംവരണം ആവശ്യമുള്ള. ഇപ്പം നമുക്കൊരു ഇപ്പം BJP ബംഗാൾ പിടിക്കാൻ വേണ്ടി എല്ലാ കരുക്കളും നീക്കിയപ്പോൾ അവിടെ പ്രകടമായിട്ട് നമ്മൾ കണ്ടൊരു രാഷ്ട്രീയം, മമത തിരിച്ചു വരുന്നത് ദളിത് എന്ന് പറയുന്ന പിന്നോക്ക കമ്മ്യൂണിറ്റിയും മുസ്ലിങ്ങളെന്ന് പറയുന്ന പിന്നോക്ക കമ്മ്യൂണിറ്റിയും, ഇവർ രണ്ടുപേരും കൂടിയാൽ 60% വരും. അവിടെ 33% മുസ്ലിങ്ങളുണ്ട്. ഇവരുടെ വോട്ട് ബാങ്ക് നേരെ വിഭജിച്ച് കിടക്കുന്ന വോട്ട് ബാങ്ക്, കോൺഗ്രസിനും CPM-നും മമതക്കും കൊടുത്ത വോട്ട് എല്ലാം കൂടി മമതക്ക് കൊടുത്തു. കോൺഗ്രസിനും CPM-നും രണ്ടുപേർക്കും ഒരു മെമ്പർ പോലും ഇപ്പം നിയമസഭയില്ല. അവിടെ ഒരു മുസ്ലിം പാർട്ടി രൂപപ്പെട്ടു, അവർക്കൊരു മെമ്പറുണ്ട്. അപ്പോൾ പൊളിറ്റിക്സിൽ കൺസോളിഡേഷൻ ഓഫ് ദ റിസർവേഷൻ കമ്മ്യൂണിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലും ഈ സംവരണം എന്ന ജസ്റ്റിസ് പുലരാൻ വേണ്ടിയുള്ളൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരിക്കും. അതാണ് ഇന്ത്യ മൂവ്മെൻ്റ് അകത്ത് ഈ ജാതി സെൻസസ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അത് പൊളിറ്റിക്കലായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്ന മതവർഗീയത, ആധിപത്യം സ്ഥാപിക്കുക. മതം എന്ന് പറയുന്നതിനെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഹിന്ദു എന്ന് പറയുന്നതിന് ഒന്നായിട്ട് കൺസോൾട്ടേറ്റ് അതിന് ഒരു 10% മാത്രം അതിൻ്റെ സുഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ള. സാറ് നേരത്തെ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയെ പറ്റി സൂചിപ്പിച്ചു. ഇപ്പോൾ ചോദ്യം ഈ കാലത്ത് അതിൻ്റെ സാധ്യതകളെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഹിന്ദുത്വ ഭരണകൂടം അധികാരത്തിൽ ഉള്ളപ്പോൾ ഒരു സമയത്ത് സംവരണത്തെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് അതിൻ്റെ സാധ്യതകളെ കുറിച്ചാണ്. പിന്നെ ഈ കൊളീജിയം വ്യവസ്ഥയും അതുപോലെ കേന്ദ്ര സർക്കാർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ കൊളീജിയം വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ അവിടെ കോടതികളിലെ പ്രാതിനിധ്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ അവിടെ ഈ ഒരു പിന്നാക്ക വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യക്കുറവ് വലിയ രീതിയിൽ നിഴലിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊളീജിയം വ്യവസ്ഥയെ മാറ്റുകയാണോ, അതല്ല ഈ മാറ്റുകയാണെങ്കിൽ മറുപക്ഷത്ത് ഹിന്ദുത്വ ഭരണകൂടം അവരുടെ താല്പര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ അതൊരു വലിയൊരു അത് അവർക്കൊരു ചുവടാവും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ഈ കൊളീജിയം ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ സഭകളിലുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉള്ള വ്യക്തിത്വങ്ങളെ ഏഡ് ചെയ്യുകയോ അതല്ല അതെന്താണ്, അതിൽ നമ്മുടെ നിലപാടെന്താണ് സ്വീകരിക്കേണ്ടത്? പ്രാതിനിധ്യത്തിൻ്റെ വിഷയം ഈ BJP ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന കാര്യം പ്രാതിനിധ്യത്തിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അവരൊരു ടാക്ടിക്സ്. പകരം അവർ OBC-കളെയും ദലിതരെയും ഉൾപ്പെടുത്തും. അപ്പോൾ ഹിന്ദുക്കൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗത്തിൽ നിന്ന് സാധാരണ കോൺഗ്രസിൻ്റെ ഒരു വലിയ പരാജയം അവർ OBC-കളെ പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. OBC-കളെ അവരിൽ നിന്ന് അകന്നു പോവുകയും അവസാനം OBC-കൾ BJP-യിൽ പോയതിന് ശേഷമാണ് ഈ പുനർവിചാരണയൊക്കെ വരികയും ജാതി സെൻസസ് വിഷയമൊക്കെ അവർ ഉന്നയിക്കുകയും ചെയ്തത്. BJP സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം തന്നെ അവർ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിട്ട് OBC ഫസ്റ്റ് ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട MLA പോലെ OBC-നെ പോലെ മുഖ്യമന്ത്രിയാക്കി എടുത്തു. അപ്പോൾ അവരുടെ ഒരു തന്ത്രം അതാണ്, ഹിന്ദുക്കളിൽ എന്ന് പറയുന്ന വിഭാഗത്തിലെ OBC-കളെയും ദലിതരെയും ഒരുമിപ്പിച്ച് ചേർത്തിക്കൊണ്ട് അവർക്കും കൂടി പ്രാതിനിധ്യം നൽകിക്കൊണ്ട് മുസ്ലിങ്ങളെ ഔട്ടാക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം. അത് അവർ ഫലപ്രദമായിട്ട് വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതൊരു നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ലെജിസ്ലേച്ചറിൽ റിസർവേഷൻ ഇല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പാർലമെൻറ്റിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും. നമുക്കറിയാം, പണ്ട് സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കാലഘട്ടത്തിൽ മൈനോറിറ്റീസ് കമ്മിറ്റി ആയിരുന്നു. ആ കമ്മിറ്റി യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യത്തിൻ്റെ കാര്യം SC/ST-കാർക്ക് പാർലമെൻറ്റിലും നിയമസഭകളിലും മെമ്പർഷിപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഇത്ര ശതമാനം അംഗത്വം കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. ഈ OBC-കളൊക്കെ ആയിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ അത് ഒരിക്കലും കോൺഗ്രസ് ഗവൺമെൻറ്റോ അക്കാലത്തെ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനങ്ങളോ ജുഡീഷ്യറിയോ അംഗീകരിച്ചില്ല. അതുകൊണ്ട് നടപ്പായില്ല. അതിൻ്റെ ഫലമായിട്ട് ആണ് ഇന്നിപ്പോൾ ഈ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രാതിനിധ്യം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഒഴിവായിപ്പോയത്, എല്ലാ പാർലമെൻറ്റിൽ നിന്നും ഒഴിവായിപ്പോയത്. അത് വലിയൊരു പ്രശ്നമാണ്. അത് നേരിടാനായിട്ട് എത്രത്തോളം കഴിയുമെന്നതിനെ, ഇപ്പോൾ ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രതിപക്ഷ മുന്നണിക്ക് എത്രത്തോളം കഴിയുമെന്നതിനെ സംബന്ധിച്ച് വളരെ ആശങ്കയുള്ള മനുഷ്യനാണ് ഞാൻ. കാരണം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, ഇപ്പോൾ ഈ നടന്ന 3 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പോയ പത്രപ്രവർത്തകർ പലപ്പോഴും
അവിടെ പല ആളുകളോട്, കർഷകരുൾപ്പെടെയുള്ള പല ആളുകളോട് ചോദിച്ചപ്പോൾ അവർ BJPയുടെ ഭരണത്തിൽ അസംതൃപ്തരാണ് പല ആളുകളും. BJPയുടെ കർഷക ദ്രോഹ നയത്തിലും BJPയുടെ വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങളൊക്കെ അസംതൃപ്തരായ ധാരാളം പേരുണ്ട് വോട്ടർമാർ. എപ്പോഴും ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, അപ്പോൾ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ എന്നാണ് പത്രക്കാർ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി, ഞാൻ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, കോൺഗ്രസ് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന്. ഇതാണ് അവർ പറയുന്ന മറുപടി. അപ്പോൾ അത്രക്കുള്ളൊരു ധ്രുവീകരണം അതിനകത്ത് അവർ ഉണ്ടാക്കി കഴിഞ്ഞെന്നുള്ളതാണ്. ഭയങ്കരമായൊരു ധ്രുവീകരണം. മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ തോറ്റേണ്ടിയിരുന്നാണ്, ഇവിടെ മുസ്ലിങ്ങളുടെ സപ്പോർട്ടിലൂടെ മത്സരിക്കുന്നു എന്നുള്ള പ്രചാരണമാണ് നടത്തിയത് അവർ. അപ്പോൾ ആ രീതിയിലുള്ള പ്രചാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ഒരു അപരവൽക്കരണം ഏറ്റവും ശക്തമായിട്ട് നോർത്ത് ഇന്ത്യയിലും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ വിദ്യാർത്ഥി ചോദിച്ചതുപോലെ തന്നെ വളരെ സങ്കീർണമായ ഒരു വിഷയമാണത്. അതുകൊണ്ട് നമ്മൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും OBCകൾ ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗക്കാർക്കുമുള്ള റെപ്രസെൻറ്റേഷൻ എന്നൊരു ഡിമാൻഡ് പ്രതിപക്ഷ മുന്നണി ഉയർത്തിക്കൊണ്ട് വരണമെന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യണം. അതല്ലെങ്കിൽ ഒരിക്കലും ഇത് കിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ മുന്നണി വെറും ജാതി സെൻസസ് മാത്രം പറഞ്ഞാൽ പോരാ, ജാതി സെൻസസ് നടപ്പാക്കുകയോടൊപ്പം തന്നെ അവർക്കുള്ള പ്രാതിനിധ്യത്തിനുള്ള എല്ലാ മേഖലകളിലുള്ള പ്രാതിനിധ്യത്തിനുള്ള അവകാശത്തിന് വേണ്ടിയും കൂടി ഡിമാൻഡ് ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളൊരു കാര്യം. രണ്ടാമത് ചോദിച്ചത് കൊളീജിയത്തെക്കുറിച്ചാണ്. കൊളീജിയത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത്ര വർഷങ്ങളായിട്ട് കുറേ നാളുകളായിട്ട് കൊളീജിയമാണ്. എന്തായാലും ഏത് രീതിയിൽ കൊളീജിയം പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള ഇടപെടലിൽ നിന്ന് ഇതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അതൊരർത്ഥത്തിൽ ശരിയുമാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്താണ്, എങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടാലും ഈ 34-15 എന്നുള്ള അവരുടെ ഫോർമുല തെറ്റൂല, ഇങ്ങനെ പോകുന്നുള്ളൂ. എങ്ങനെ തിരഞ്ഞെടുത്താൽ അച്ഛൻ മകൻ, YV ചന്ദ്രചൂഡിൻ്റെ അച്ഛൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇങ്ങനെ ഓരോരുത്തർ ആളുകൾ ഇങ്ങനെ മക്കളും മരുമക്കളും അമ്മാവന്മാരും ആയിട്ട് ഇങ്ങനെ ഈ ബന്ധക്കാരും സ്വന്തക്കാരുമായിട്ട് ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനം ഈ കൊളീജിയം ഉൾപ്പെടെയുള്ള സംവിധാനത്തിലുണ്ട്. അപ്പോൾ ഇത് പ്രശ്നമുണ്ട് ഇതിൽ. ഈ കൊളീജിയം ജനാധിപത്യപരമാക്കുന്നുണ്ട്. പക്ഷേ ഇതേമാതിരിയുള്ള ഒരു ഏകാധിപത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്, ഒരു ഹിന്ദുത്വ ഭരണകൂടത്തെ സംബന്ധിച്ച് അവർക്കതിന് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെകുത്താനും കടലിന് കൊടുക്കാണ്. ഇവർക്ക് കൊടുക്കാനും പറ്റില്ല, ഇത് കിട്ടുമ്പോൾ പറ്റില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും അത് ജനാധിപത്യപരമാക്കേണ്ടതുണ്ട്. പക്ഷേ ഇതേമാതിരിയുള്ള ഒരു സർക്കാരിൻ്റെ ഇടപെടൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പല മേഖലകളിൽ നിന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കേണ്ട, തീരുമാനിക്കേണ്ട കമ്മിറ്റികളിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും കേന്ദ്രത്തിലേക്ക് എല്ലാ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മേഖലകളെയും പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഹിന്ദുത്വം നിൽക്കുന്നത്. വലിയൊരു പ്രശ്നമാണ് എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ അവസ്ഥയിൽ കൊളീജിയത്തിൻ്റെ അധികാരം കേന്ദ്രത്തിന് കൊടുത്താൽ അത് കൂടുതൽ ദോഷമേ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ കൊളീജിയം നടപ്പാക്കിയാലും നമ്മളെ സംബന്ധിച്ച് റെപ്രസെൻറ്റേഷൻ കിട്ടുകയില്ല. നമ്മുടെ കാര്യം ഇതാണ്, ചെകുത്താനും കടലിനോടൊക്കെയാണ് നമ്മൾ. സാറ് സംവരണത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ കുറേ കാലങ്ങളായി കേൾക്കുന്നതാണ്. ഇപ്പോഴും ഇപ്പോൾ ശതമാനത്തിലാണല്ലോ സംവരണം കണക്കാക്കുന്നത്. അപ്പോൾ പോസിറ്റീവായി തന്നെ മറ്റൊരു പാർട്ടിയെ മറ്റൊരു ജാതിയെയോ മതത്തെയോ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറുകക്ഷിക്ക് സ്വാഭാവികമായിട്ടും താഴ്ച ഉണ്ടാവും. അതിനെ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഹിന്ദുപക്ഷത്തിന് 2% കൂട്ടിക്കഴിഞ്ഞാൽ അത് വേറെ ഒരു ടീമിൽ നിന്ന് മുസ്ലിം പക്ഷത്തു നിന്ന് 1% കുറച്ചിട്ടാവല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ. അതിനെ മറ്റ് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും അത് വലിയൊരു വിഷയമാക്കി അത് വലിയ ആശങ്ക ഉയർത്തി. നിങ്ങൾക്ക് ആദ്യം 52 ഉണ്ടായിരുന്നു, ഇപ്പോൾ ആകെ 50 കിട്ടുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഈ 52 എന്ന് പറയുന്നത് 50 കിട്ടിയാൽ തന്നെ അവർക്ക് മതിയാവുന്നതാണ്. എങ്കിൽ ഇതിനെ തന്നെ വലിയൊരു ചോദ്യമാക്കി നിങ്ങൾക്കെതിരെ വലിയ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർത്തുകൊണ്ടാണ് നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് അത്യാവശ്യവുമാണ്. കാരണം വോട്ട് ബാങ്കാണല്ലോ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഈ വോട്ട് പിടിച്ചെടുക്കണമെങ്കിൽ അവർക്ക് അത് അത്യാവശ്യമാണ്. കാരണം 5 വർഷമുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അപ്പോൾ മറുകക്ഷി നിങ്ങൾക്ക് ശതമാനം കുറച്ചു, അപ്പോൾ നിങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ രാഷ്ട്രീയ പാർട്ടി തന്നെ ഇനിയും വന്നാൽ നിങ്ങൾക്ക് ദുർഘടമായ അവസ്ഥകളേക്കാരം നേരിടാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആശങ്ക ഇതാണ്, ഇതിന് ഒരു പ്രാക്ടിക്കലായ ഒരു വഴിയുണ്ടോ? ഇങ്ങനെ പലതും ഇതായിക്കൊണ്ടിരിക്കുന്ന ഇതിലിപ്പോൾ ഈ ചോദ്യത്തിൽ തന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട ഉത്തരം ചോദ്യത്തിൽ തന്നെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സംവരണം കൊടുക്കുമ്പോൾ സംവരണം കിട്ടുന്ന സമൂഹത്തിൻ്റെ വോട്ട് കിട്ടുവാണെങ്കിൽ ഈ സംവരണ സമുദായം ഒരിക്കലും തോറ്റുപോവില്ല. കാരണം സമുദായം OBCയും SC/STയും കൂടുന്ന പിന്നോക്ക സമൂഹത്തിൻ്റെ വോട്ട് കിട്ടുകയാണെങ്കിൽ അവരാണ് കൂടുതലുള്ളത്. ഇപ്പോൾ സംവരണം നടപ്പിലാക്കാൻ വേണ്ടത്.
പക്ഷെ അവരെ ആ അർത്ഥത്തിൽ പൊളിറ്റിക്കലായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ശക്തമായി സംവരണം നടപ്പാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ സംവരണ സമൂഹം ഇവിടെ ശക്തമാണ്. അതേസമയത്ത് സംവരണ സമൂഹത്തിൻ്റെ മോളും ആധിപത്യം ഈ സവർണ സമൂഹത്തിനുണ്ട്, പൊതുവെ കേരളത്തിലുണ്ടത്. അപ്പം ഇവർക്ക് വലിയ ഭൂരിപക്ഷം ഇപ്പം എങ്ങനെയാണ് അമേരിക്ക ജ്യൂസ് കൺട്രോൾ ചെയ്യുന്നത്? ചെറിയ ശതമാനം വരുന്നത്. അതിൻ്റെ ബൗദ്ധിക മണ്ഡലങ്ങൾ, അതിൻ്റെ ഫിനാൻസ്, ഇതൊക്കെ ഇവർ കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ സവർണ കമ്മ്യൂണിറ്റിയാണ് ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് അതിജീവനം നടക്കണമെങ്കിൽ, സർവൈവൽ സാധ്യമാകണമെങ്കിൽ സംവരണം മാത്രമേ വഴിയുള്ളൂ. പക്ഷെ സംവരണ സമൂഹത്തിന് സംവരണം കൊടുക്കുമ്പോൾ അതിൻ്റെ പവർ വോട്ട് ബാങ്ക് ആക്കി മാറ്റുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സംവരണ പ്രക്ഷോഭങ്ങളിലൂടെ ഈ കമ്മ്യൂണൽ പൊളിറ്റിക്സിനെ അതിജീവിക്കാൻ സംവരണ സമൂഹത്തിന് കഴിയുകയാണെങ്കിൽ സംവരണം കൂടുതൽ ശക്തമായിട്ട് വരും. ഒരിക്കലും വോട്ട് ബാങ്ക് സംവരണത്തിനെതിരല്ല, പക്ഷേ സംവരണ വോട്ട് ബാങ്കിനെ അതിജീവിക്കാവുന്ന തരത്തിൽ കമ്മ്യൂണൽ വോട്ട് ബാങ്ക് ഉണ്ടാകുന്നുള്ളൂ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് യു പി ആണ്. യു പി BSP ഭരിച്ചല്ലോ. ദളിത് രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി യു പി 5 കൊല്ലം ഭരിച്ചു. പക്ഷേ അവർക്ക് ആന ഉണ്ടാക്കുന്ന പണിയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആന ഉണ്ടാക്കാൻ അഴിമതി നടത്തി, ആന പ്രതിമ ഉണ്ടാക്കാൻ. അതാണ് ഇപ്പോൾ അവർ BJPക്ക് വേണ്ടി കീഴടങ്ങുന്നത്. അത്രയേറെ അഴിമതി നടത്തിയിട്ട് CBIയും അതുപോലെ EDയും വീട് കയറുന്നതിന് ഭയപ്പെട്ടിട്ട് സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഏറ്റവും ശക്തമായ, ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ദളിത് മൂവ്മെൻറ്റാണത്, കാൻഷിറാമിൻ്റെ. അതിൻ്റെ പ്രതിനിധിയായിട്ട് വന്നതാണ് മായാവതി. അപ്പോൾ ഇപ്പോൾ ആ UP കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കർഷകരുടെ ഒരു പോളറൈസേഷൻ നടന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ ആ ബില്ല് എടുത്തു കളയുകയും ഹിന്ദുത്വം കൊണ്ടുവരികയും ചെയ്തു. അപ്പം പോളറൈസേഷൻ നടക്കുന്നതിൻ്റെ കമ്മ്യൂണലാകുമ്പോൾ മുസ്ലിങ്ങളെ അകറ്റി നിർത്തിയിട്ട് ഭൂരിപക്ഷം വരുന്ന സംവരണ സമൂഹത്തെ ഹിന്ദുത്വത്തിൻ്റെ പേരിൽ ഒന്നിപ്പിക്കുമ്പോൾ സംവരണ രാഷ്ട്രീയം ഇല്ലാതാവുകയാണ്. അപ്പോൾ സംവരണ സമൂഹങ്ങൾ ഒന്നിച്ച് നിൽക്കണം, സംവരണം ഇത് ആവശ്യപ്പെടണം, സംവരണം മാനിഫെസ്റ്റോ ആക്കണം, സംവരണം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമാക്കണം. അങ്ങനെ ആകുമ്പോൾ സംവരണ സമൂഹത്തിൻ്റെ വോട്ടിന് വിലയുണ്ടാവും. ഈ അവസാനം പറഞ്ഞ പോയിന്റിൽ വികസിപ്പിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഇന്ത്യയിൽ സംവരണ പ്രശ്നം നേരിടുന്ന ഒരു അടിസ്ഥാനപരമായ വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയയാണ്. അതായത് അതിനെയാണ് അവർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടുത്തെ OBCകളും ദലിതരും ഒക്കെ പലപ്പോഴും കരുതുന്നത് സംവരണത്തെക്കാൾ വലിയ പ്രശ്നം മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണെന്നുള്ളവർ കരുതുന്നത്. അങ്ങനെയാണ് അവരെ പ്രചരിപ്പിച്ച് വിശ്വസിപ്പിക്കുന്നത്. അത് വലിയ രീതിയിലുള്ള അത് ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമോഫോബിയ ഉണ്ട്. ഇന്ത്യയിൽ അത് ശക്തമായിട്ട് ഹിന്ദുത്വ ശക്തികൾ അധികാരത്തിൽ, നേരത്തെ ഉള്ളതാണ്, ഹിന്ദുത്വ ശക്തികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിശക്തമായ രീതിയിലുള്ള ഇസ്ലാമോഫോബിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ കുഴപ്പങ്ങളുണ്ടാക്കുന്നു, ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്നു, കലാപങ്ങളുണ്ടാക്കുന്നു, പ്രശ്നങ്ങളുണ്ടാക്കുന്നു തുടങ്ങിയുള്ള ഒരുപാട് ആരോപണങ്ങൾ മുസ്ലിങ്ങളുടെ മേലിൽ ഇങ്ങനെ നിരന്തരമായ രീതിയിൽ ഈ ഭരണകൂട സംവിധാനങ്ങളിലൂടെയും മീഡിയയിലൂടെയും എല്ലാം സിനിമകളിലൂടെയൊക്കെ തന്നെ. ഏറ്റവും അവസാനം അനിമൽ എന്നുള്ള സിനിമ, ഏറ്റവും അവസാനം ഇറങ്ങിയ വലിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ് അനിമൽ. ഭയങ്കര ഹിന്ദുത്വ ആൻറ്റി മുസ്ലിം ചിത്രമാണ്. ഇത്തരം ചിത്രങ്ങളിലൂടെയൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിലേക്ക് നിരന്തരമായി പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ സാധാരണക്കാരായ എല്ലാ മനുഷ്യരും കരുതുന്നത് ഇതാണ് ഏറ്റവും അടിയന്തരമായി നേരിടേണ്ട വിഷയം. മുസ്ലിങ്ങൾ എങ്ങനെയും അവസാനിപ്പിക്കുക, തീർക്കുക എന്നുള്ളതാണ് അടിയന്തരമായി നേരിടേണ്ട വിഷയം എന്ന് അവർ ധരിച്ചു വശായിരിക്കുന്നു എന്നുള്ളതാണ് സംഗതി. അപ്പോൾ അതുകൊണ്ട് സംവരണം പോലുള്ള കാര്യം, അതുകൊണ്ടാണ് ഈ സംവരണ സമുദായങ്ങളുടെ ഐക്യം ഉണ്ടാവാത്തത്. ഈ സംവരണ സമുദായങ്ങളിൽ മുസ്ലിങ്ങളും വരും. മുസ്ലിങ്ങളുമായിട്ട് ചേർന്ന് ഞങ്ങളൊരു ഐക്യത്തിന് ഇവർ തയ്യാറാകാത്തതിൻ്റെ കാര്യം മുസ്ലിങ്ങളെ വെറുക്കുന്ന രീതിയിൽ, അവരെ പേടിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ നേരിടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഭീതിതമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പം എന്നെപ്പോലുള്ള ആളുകളൊക്കെ വർഷങ്ങളായിട്ട് ഈ സംവരണ വിഷയത്തിലും ഇസ്ലാമോഫോബിയക്കെതിരായിട്ടൊക്കെ നടന്ന പ്രവർത്തനങ്ങൾ ഇതും കൂടി ലക്ഷ്യമാക്കിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്നൊരു സംഗതി അഡ്രസ്സ് ചെയ്യാണ്ട് ഒരിക്കലും പോലും നമുക്ക് സംവരണ വിഷയത്തിലേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സംവരണ വിഷയവും ഇസ്ലാമോഫോബിയയും പരസ്പര ബന്ധിതമായൊരു കാര്യമാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാണ്ട് ഒരു സംവരണ സമുദായ വിഭാഗത്തിനും സംവരണ വിഷയം മനസ്സിലാക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എത്രത്തോളം കഴിയുമെന്നതിനെ ആസ്പദിച്ചിരിക്കും ഈ പറഞ്ഞ ഐക്യവും മുന്നണിയും ഭരണവും ഉണ്ടാകുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്ന് പറയുമ്പോൾ കമ്മ്യൂണൽ പൊളിറ്റിക്സ് അല്ലേ? കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റില്ല. അതായത് കമ്മ്യൂണൽ എന്ന വാക്ക് വാസ്തവത്തിൽ ആദ്യകാലത്ത് ഉപയോഗിച്ചത് കമ്മ്യൂണൽ അവാർഡ് ഉദാഹരണം.
സാമുദായികം എന്ന അർത്ഥത്തിൽ മാത്രമാണ്. ഒരിക്കലും അതിനൊരു തെറ്റായ അർത്ഥം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അതിന് വർഗീയത എന്നുള്ള അർത്ഥം പിൽക്കാലത്ത് വന്നു ചേർന്നതും ഉണ്ടാക്കിയെടുത്തതുമാണ്. അതിൽ ഇടതുപക്ഷത്തിനൊരു പങ്കുണ്ട് കേട്ടോ, ഈ വർഗീയത എന്നുണ്ടാക്കുന്ന കാര്യത്തിൽ. അല്ലാതെ യഥാർത്ഥത്തിൽ കമ്മ്യൂണൽ എന്ന വാക്ക് യഥാർത്ഥത്തിൽ സാമുദായികം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ച് വരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തിലൊക്കെ വളരെ വർഷങ്ങളുള്ളതായിരുന്നു. പിന്നീട് അത് കമ്മ്യൂണൽ പൊളിറ്റിക്സ്, വർഗീയ പൊളിറ്റിക്സ്. ശരിക്കും ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അങ്ങനെ വർഗീയ പൊളിറ്റിക്സ് അല്ല. ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രം എന്ന് പറയുന്നത് ഇപ്പോൾ പല ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുകയല്ല അവർ ചെയ്യുന്നത് ദേശീയതയുടെ പേരിലും അഖണ്ഡതയുടെ പേരിലും ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ദേശീയതയുടെ അപരന്മാരായിട്ട് അവർ കുറേ കമ്മ്യൂണിറ്റികളെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയാണ് മുസ്ലിങ്ങൾ. പിന്നെ ഇപ്പോൾ യഹോവയുടെ സാക്ഷികളൊക്കെ വേറെ അപരന്മാരാണ്. അപ്പോൾ ഇതേമാതിരി അവർ കാണുന്നത് ദേശീയതയുടെ അപരന്മാരായ ആളുകൾ എന്നുള്ളതാണ്. ഈ ജനങ്ങൾ ഇവരെ വെറുക്കുന്നത് രാജ്യത്തിനെതിരാളിയാണ്, രാജ്യദ്രോഹികൾ എന്ന രീതിയിലാണ് കാണുന്നത്. അല്ലാണ്ട് ഹിന്ദുക്കൾക്കെതിരെന്നല്ല, രാജ്യത്തിനെതിരായ ആൾക്കാരാണ്, രാജ്യത്തിനെ നശിപ്പിക്കാൻ പോണ ആളുകളാണ്. ഇതാണ് നരേഷൻ. നമ്മൾ മനസ്സിലാക്കണം. കമ്മ്യൂണൽ എന്നുള്ള വാക്ക് ഞാൻ പിൻവലിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു കമ്മ്യൂണിറ്റിക്കെതിരായി വേറൊരു സമൂഹം പ്രചരിപ്പിക്കുന്നതിന് നമുക്ക് വർഗീയത എന്ന് പറഞ്ഞൂടെ? അല്ല, തീർച്ചയായിട്ടും നമ്മളെ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇതാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ വേറെ അതായത് ഡോക്ടർ അംബേദ്കർ ഒരു കാര്യം പണ്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഹിന്ദു സമുദായത്തിനകത്ത് ഹിന്ദു സമുദായം എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല. പക്ഷേ ഹിന്ദുക്കളുടെ നിരവധി സമുദായങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ കുറേ കമ്മ്യൂണിറ്റികളൊക്കെ ഹിന്ദുക്കളിലില്ലേ. ഈ കമ്മ്യൂണിറ്റികളൊക്കെ സ്വതന്ത്രമായ സമുദായങ്ങളാണ്, ഇപ്പോഴും സ്വതന്ത്ര സമുദായങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടുന്ന കമ്മ്യൂണിറ്റിക്കകത്താണ് വിവാഹബന്ധങ്ങൾ. അല്ലാണ്ട് ഹിന്ദു എന്നും പറഞ്ഞ് ഒരു ഈഴവും പോയി നായരെ കല്യാണം കഴിക്കുകയോ പട്ടികയ്ക്കാനെ കല്യാണം കഴിക്കണമെന്നും ഇല്ലല്ലോ. ഓരോ കമ്മ്യൂണിറ്റി തന്നെ വിവാഹബന്ധങ്ങൾ നിൽക്കണം. അപ്പോൾ കമ്മ്യൂണിറ്റി സ്വതന്ത്രമായിട്ട് നിൽക്കുന്നുണ്ട്, സ്വതന്ത്ര സമുദായങ്ങളാണ്, എത്രയൊക്കെ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. പക്ഷേ ഇവരെല്ലാവരും തന്നെ ഒരു ഹിന്ദുക്കളാണെന്ന് ഐക്യപ്പെടുന്ന ഘട്ടപ്പോഴാണ് ഇപ്പോഴത്തെ മുസ്ലിം വരുമ്പോഴാണ്. ഇപ്പോഴത്തെ അത് ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങൾ ഒരു വശത്ത് നിർത്തിക്കൊണ്ടാണ് ഇവരെ നമ്മളൊക്കെ ഹിന്ദുക്കളാണ് കേട്ടോ ഇവരെ തോപ്പിക്കണം എന്ന് പറയുന്നത്. ഇത് ഭയങ്കര ആസൂത്രിതമായിട്ട് അവർ ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ വലിയൊരു വിഭാഗം എന്നല്ല, ഈ OBC-കളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദലിതരുടെ വിഭാഗമൊക്കെ ശക്തമായി ഈ ഒരു പ്രചാരണത്തിൽ വീണിട്ടുണ്ടെന്നുള്ളതാണ് വിഷയം. നമ്മളത് അവരെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂല, അതാണ് ചെയ്യേണ്ടത്. ഇതിൽ ദളിത് കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഈ കമ്മ്യൂണിറ്റിക്ക് പൊളിറ്റിക്കലി യുണൈറ്റഡ് ആണോ ശരിക്കും ഇന്ത്യയിൽ? അല്ലല്ല, ഈ പറഞ്ഞ ആരും പൊളിറ്റിക്കലി യുണൈറ്റഡ് അല്ല. അത് നമുക്കറിയാവുന്ന കാര്യമല്ല. ഇത് ഞാൻ പറയണേ കേട്ടെ. ഉദാഹരണം പറഞ്ഞാൽ നമ്മളവർക്കിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ SNDP ഈഴവരുടെ ഒരു പ്രധാനപ്പെട്ട സംഘടന SNDP ആണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ഈഴവർ വോട്ട് ചെയ്യുന്ന കരുതുന്നുണ്ട്. ഇല്ല, വെള്ളാപ്പള്ളി നടേശൻ ആരെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ തോപ്പിക്കും, ആരെ തോപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരെ ജയിപ്പിക്കും. അതാണ് കണ്ടുവന്നിട്ടുള്ളത്. കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യൂല, പക്ഷേ പിണറായി വിജയൻ പറഞ്ഞാൽ വോട്ട് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈഴവരുടെയൊക്കെ ലീഡർ പിണറായി വിജയനാണ്, അല്ലാണ്ട് SNDP യോഗമല്ല. ഇതാണ് രാഷ്ട്രീയ പിന്നെ OBC-ക്കാരെല്ലാവരും തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന അനുസരിച്ച് വോട്ട് ചെയ്യുള്ളൂ. കോൺഗ്രസ്, BJP, CPM ഇങ്ങനെയാണ് നിൽക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഈഴവ പാർട്ടിയും കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയും CPM ആണ്. അത് വസ്തുതയാണ്. അതാണ് സംശയമൊന്നുമില്ല. അതിപ്പം രണ്ടാമത്തെ പറഞ്ഞ വാക്ക് നമ്മളെപ്പോഴും പറയുന്നില്ല, ആദ്യത്തെ ജാതിയും നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. അല്ല, അത് അങ്ങനെയല്ല. അതൊരു കുഴപ്പമാണോ സാറേ? ഹിന്ദുത്വം ഉള്ളതല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ റെപ്രസെന്റേഷൻ ഉള്ള രാഷ്ട്രീയ പാർട്ടി അല്ല. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് ഹിന്ദുത്വ പാർട്ടികൾക്ക് കൂടെ വളരാൻ ഒക്കുന്നില്ല. അതാണ് ശരി. വർഗീയതയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ആശയം രണ്ടുപേരും ഒന്ന് തന്നെ പറഞ്ഞത് എനിക്ക് തോന്നുന്നത്. കാരണം മുസ്ലിങ്ങളെ ചൂണ്ടിക്കൊണ്ട് എന്തുണ്ടാക്കുന്നു? അപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആര് നിന്നാലും അയാളെ കൂടി ഒറ്റപ്പെടുത്തുന്നു. ഇതാണ് സംഭവം. ഇതൊരു വല്ലാത്ത അപകടകരമായ പൊളിറ്റിക്സ് ആണ്. ഇവിടെ ഈ പറഞ്ഞ രാഷ്ട്രീയം ഇപ്പം സംവരണ രാഷ്ട്രീയത്തെ ഗൗരവമായി അപകർത്തനം ചെയ്യുമ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയണം. ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം മുസ്ലിം കമ്മ്യൂണിറ്റി കൂടി ഉണ്ട്. നമ്മളൊരു ഇരവാദത്തിൽ നിൽക്കേണ്ടവരല്ല ശരിക്കും. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു മറ്റ് കമ്മ്യൂണിറ്റിയുടെ കൂടെയും മറ്റ് കമ്മ്യൂണിറ്റി ചേർത്ത് നിർത്തിയും ഒരു രാഷ്ട്രീയ പ്രയാണം നടത്താവുന്ന ഒരു പരിസരത്തെ നിർമ്മിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതാണ് ഇന്ത്യയിൽ ഏറ്റവും പ്രധാനം. അതും BJP കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ മുസ്ലിം പക്ഷത്തു നിന്ന് തീവ്ര സ്വഭാവത്തിൽ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഡിവൈഡ് എപ്പോഴും തുടരണം എന്നുള്ളതാണ്. അതെ, നമുക്കൊരു പോസിറ്റീവ് നോട്ടിൽ ഇത് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു തരം ഒരു സ്ഥലത്ത് മുട്ടി നിൽക്കുക തന്നെയാണ്. പക്ഷേ നമുക്കിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതെങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചാൽ ഈ സംവരണം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിലൂടെ മുന്നോട്ട് പോവുക. ഒരിക്കലും ഇതിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം ഇഷ്യൂ എടുക്കുകയാണെങ്കിൽ അവസാനം നമ്മൾ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് പരിഹരിക്കാവുന്നതല്ല ഇത്.
സംവരണ സമുദായങ്ങളാകെ തന്നെയും ഈ കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരാവുകയും എതിർ പ്രചാരണങ്ങളെയും ഇസ്ലാമോഫോബിക്കായ ഒറ്റപ്പെടുത്തലിനെയും ചേർന്ന് നിന്നുകൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതായിരിക്കും, അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഉയർന്നു വരിക എന്നായിരിക്കും ശരിയാണെന്ന് തോന്നുന്നു.